ഹായ്, നമസ്കാരം. നമ്മുടെ മറ്റൊരു ഓൺലൈൻ സെഷനിലേക്ക് എല്ലാ പ്രിയ വിദ്യാർത്ഥിനികൾക്കും സ്വാഗതം. എനിക്കറിയാം നിങ്ങൾ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തെയാണ് ഇപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം നിങ്ങളുടെ ഒരുപാട് സന്തോഷങ്ങൾ, അതായത് വേനൽ അവധി സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന ഒരുപാട് സന്തോഷങ്ങളെ നിങ്ങൾക്ക് മാറ്റിവെക്കേണ്ടതായിട്ട് വന്നിരിക്കുകയാണ്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ സഹപാഠികളെ കാണാൻ കഴിയുന്നില്ല, സുഹൃത്തുക്കളെ കാണാൻ കഴിയുന്നില്ല, അവരോടൊപ്പം സമയം ചെലവഴിക്കാൻ കഴിയുന്നില്ല, ബന്ധു വീടുകളിൽ പോകാൻ കഴിയുന്നില്ല, പിന്നെ തൊട്ട് അയൽപക്കത്തുള്ള വീടുകളിൽ പോലും പോകാൻ കഴിയാത്ത വല്ലാത്ത മാനസിക പിരിമുറുക്കം ഉണ്ടാക്കുന്ന ഒരു ബുദ്ധി കൈപ്പേറിയ ഒരു സാഹചര്യത്തിലൂടെ ഇങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. നിങ്ങൾ മാത്രമല്ല, ഞാനും ഇതേ അവസ്ഥയെ തന്നെയാണ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം മാത്രം ചിന്തിക്കുക, നമുക്ക് ലോകത്തിന് ഇപ്പം ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ നന്മയാണ് വീട്ടിൽ തന്നെ സ്റ്റേ ചെയ്യുക എന്ന് പറയുന്നതും, വീട്ടിൽ തന്നെ നമ്മുടെ പഠന കാര്യങ്ങളിൽ മുഴുകുക എന്ന് പറയുന്നത്. കാരണം ഇതിനപ്പുറം വലിയൊരു നന്മ നമുക്കിപ്പം ചെയ്യാൻ കഴിയില്ല. നമ്മൾ വെളിയിൽ ഇറങ്ങുന്നത് നമ്മുടെ വീട്ടിലുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും, അയൽപക്കത്തുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും, ഈ നാടിന് തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പോൾ നമ്മൾ ചെയ്യുന്ന നിങ്ങൾക്ക് ഈ ചെറുപ്രായത്തിൽ ലോകത്തിന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു നന്മയായിട്ട് ഇതിനെ കരുതുക. സുരക്ഷിതമായിട്ട് വീട്ടിലിരിക്കുക, ഭംഗിയായിട്ട് ഈ കാലത്തെ ആസ്വദിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ ഈ കാലവും അതിജീവിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം. കഴിഞ്ഞ ക്ലാസ്സിൽ കുറേയധികം കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ് ഈ ക്ലാസ്സിലും മുമ്പോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരുമിച്ചാണ് പോകുന്നത്. ഓക്കെ, ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്താണ്? എങ്ങനെ സിമ്പിൾ സെന്റൻസ് കൺസ്ട്രക്ട് ചെയ്യാം എന്നുള്ളതാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു നിർത്തിയതും ഇത് തന്നെയാണ്. അവിടെ നിന്നാണ് ഇന്ന് നമ്മുടെ തുടക്കം എന്ന് പറയുന്നത്. അപ്പൊ ആ സിമ്പിൾ സെന്റൻസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ സബ്ജക്റ്റ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലേ? അപ്പൊ ആ സബ്ജക്റ്റ് സിംഗുലർ പ്ലൂറൽ, സബ്ജക്റ്റിനകത്ത് സിംഗുലർ പ്ലൂറൽ എങ്ങനെ വരാം? ഇംഗ്ലീഷിലെ 2 നമ്പറുകളേ ഉള്ളൂ. ഏതാണ്? സിംഗുലറും പ്ലൂറലും. അങ്ങനെ 2 നമ്പറുകളേ ഉള്ളൂ. ആ സിംഗുലറും സബ്ജക്റ്റ് സിംഗുലറായിട്ടും പ്ലൂറലായിട്ടും വരുമ്പോൾ എങ്ങനെ നമ്മൾ പഠിച്ച 10 വെർബിന്റെ 4 ഫോമുകൾ വീതം എങ്ങനെ അതിന്റെ കൂടെ യൂസ് ചെയ്യാം, അതാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു റൂളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയും അടുത്ത സ്റ്റെപ്പായിട്ട് ഈ സെന്റൻസുകൾ എങ്ങനെ മീനിങ് ഫുൾ സെന്റൻസുകൾ, അതായത് ടെൻസിന് അടിസ്ഥാനത്തിലുള്ള സെന്റൻസുകളാക്കി എഴുതാം എന്നുള്ള അടുത്ത സ്റ്റെപ്പായിട്ട് നമ്മൾ നോക്കും. അപ്പോൾ ഇപ്പോഴത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്. സബ്ജക്റ്റിനനുസരിച്ച് എങ്ങനെ വെർബ് യൂസ് ചെയ്യാം. അതായത് സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ സിംഗുലർ വെർബ് യൂസ് ചെയ്യണമെന്നും, സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ പ്ലൂറൽ വെർബ് യൂസ് ചെയ്യണം എന്നുള്ളതുമാണ് റൂൾ എന്ന് പറയുന്നത്. അപ്പൊ ആ റൂൾ അനുസരിച്ച് എങ്ങനെ നമുക്ക് സെന്റൻസുകൾ, പല രീതിയിലുള്ള സെന്റൻസുകൾ കൺസ്ട്രക്ട് ചെയ്യാം എന്നുള്ളതാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. ഓക്കെ ആണല്ലോ? നമ്മുടെ ടോപ്പിക് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത്? സിമ്പിൾ സെന്റൻസ് ഫോർമേഷൻ. ആ സിമ്പിൾ സെന്റൻസ് ഫോർമേഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്? സബ്ജക്ട് സിംഗുലർ ആണെങ്കിലും പ്ലൂറൽ ആണെങ്കിലും എങ്ങനെ അതിന്റെ കൂടെ ഹൗ വി ക്യാൻ യൂസ് ദ വെർബ് വിത്ത് ദ സിംഗുലർ ആൻഡ് പ്ലൂറൽ സബ്ജക്ട്സ്. അതായത് സിംഗുലർ സബ്ജക്റ്റും പ്ലൂറൽ സബ്ജക്റ്റുകൾ വരുമ്പോൾ എങ്ങനെ നമുക്ക് സെന്റൻസുകൾ അതിൽ നിന്ന് ഫോം ചെയ്യാം എന്നുള്ളതാണ്. വെർബ് ചേർത്ത് സെന്റൻസുകൾ ഫോം ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അത്രയും മാത്രമേ നമ്മൾ ഇപ്പോൾ ചിന്തിക്കുന്നുള്ളൂ. ബാക്കി കാര്യങ്ങൾ അടുത്ത സ്റ്റെപ്പായിട്ടാണ്. ഓക്കെ, അപ്പൊ ഇത് മാത്രം ഇപ്പൊ ആലോചിക്കാം. അപ്പൊ നമ്മൾ ഒന്നാമത് പഠിച്ച വെർബ് ഏതായിരുന്നു? എവേക്ക് ആയിരുന്നു. എവേക്കിന് ഒരിക്കൽ കൂടി പറയാം. എവേക്കിന് 4 ഫോംസ് ആയിരുന്നു. എവേക്ക്, എവേക്കിംഗ്, എവോക്ക്, എവോക്കൺ അല്ലെ? അതിനകത്ത് ഒന്നാമത്തെ ഫോം ഏതായിരുന്നു? എവേക്ക് എന്ന് പറയുന്ന ഫോം ആയിരുന്നു. ആ വെർബ് ഒന്നുകൂടി എഴുതാം. ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. എവേക്ക് എന്ന് പറയുന്ന വെർബ് നമ്മൾ ഒന്നുകൂടി എഴുതുന്നു അല്ലെ? ഈ എവേക്കിന്റെ നമ്പർ അനുസരിച്ച് 2 ഫോം ഉണ്ടല്ലോ. ഏതൊക്കെയാണ്? എവേക്കും എവേക്സും അല്ലെ? ഏതൊക്കെയായിരുന്നു? എവേക്ക്, എവേക്സ്. എന്തായിരുന്നു ഇതിന്റെ പ്രത്യേകത? എവേക്കും എവേക്സും. എന്തായിരുന്നു ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്? എവേക്ക് എന്ന് പറയുന്നത് പ്ലൂറൽ ആണ്, എവേക്സ് എന്ന് പറയുന്നത് ഏതാണ്? സിംഗുലർ ആണ്. എവേക്ക് എന്ന് പറയുന്നത് പ്ലൂറലും എവേക്സ് എന്ന് പറയുന്നത് സിംഗുലർ. എന്ന് പറഞ്ഞാൽ സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ സിംഗുലർ വെർബ് യൂസ് ചെയ്യണം, പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ പ്ലൂറൽ വെർബ് യൂസ് ചെയ്യണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് സെന്റൻസുകൾ ഒന്ന് എഴുതി നോക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളിത് പറഞ്ഞായിരുന്നു. ഒന്നുകൂടി അതൊന്ന് റിവൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കാര്യം ഒന്നുകൂടി പറയുന്നത്, ഒന്നുകൂടി മനസ്സിൽ ദൃഢമാകുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ,
അപ്പൊ നമ്മള് സബ്ജക്റ്റുകൾ ഓരോന്ന് എഴുതുന്നു. ഇപ്പം എക്സാമ്പിൾ ആയിട്ട് നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങൾ തന്നെ മദർ, MOTHER സബ്ജക്റ്റ് ആയിട്ട് വരുന്ന അമ്മ, അമ്മയാണ് അല്ലേ? അപ്പോൾ അമ്മ എഴുന്നേൽക്കുന്നു എന്നാണ് സെന്റൻസ് നമുക്ക് എഴുതേണ്ടതുണ്ടെങ്കിൽ, അപ്പോൾ നമ്മുടെ സെന്റൻസ് ഫോർമാറ്റ് ഇതാണ്, സബ്ജക്റ്റ് പ്ലസ് വെർബ് എന്നുള്ള ഫോർമാറ്റ് ആണ് അല്ലയോ? അല്ലെന്നുണ്ടെങ്കിൽ നൗൺ ഫ്രേസ് പ്ലസ് വെർബ് ഫ്രേസ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ പറയാം. ഓക്കെ അല്ലേ? അല്ലെങ്കിൽ സബ്ജക്റ്റ് പ്ലസ് പ്രെഡിക്കേറ്റ് എന്ന് പറയാം. ഓർമ്മയുണ്ടല്ലോ ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതായിരുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ നോക്കുന്നത് എങ്ങനെയാണ്? മദർ, മദർ എന്ന് പറയുന്നത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ നോക്കണം. മദർ സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? മദർ എന്ന് പറയുന്നത് സിംഗുലർ ആണ് അല്ലേ? സിംഗുലർ സബ്ജക്റ്റ് ആണ്. അപ്പൊ നമ്മൾ അതിന്റെ കൂടെ സിംഗുലർ വെർബ് ഉപയോഗിക്കേണ്ടത്. എവേക്സിനകത്ത് എവേക്സിനകത്ത് ഏതാണ് സിംഗുലർ, ഏതാണ് പ്ലൂറൽ? എവേക്സ് ആണ് സിംഗുലർ അല്ലേ? അപ്പൊ നമ്മൾ സെന്റൻസ് എഴുതുന്നത് എങ്ങനെയാണ്? മദർ എവേക്സ് എന്ന സെന്റൻസ് എഴുതും അല്ലേ? മദർ എവേക്സ്. നെക്സ്റ്റ് അടുത്തത് നിങ്ങളുടെ വീട്ടിൽ അച്ഛൻ അല്ലേ? ഫാദർ അല്ലേ? സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? സിംഗുലർ ആണ് അല്ലേ? അപ്പൊ എങ്ങനെ സിമ്പിൾ ആയിട്ട് എഴുതാമല്ലോ. എങ്ങനെ എഴുതും? എവേക്സ് എന്ന് എഴുതും. ഫാദർ എവേക്സ് എന്ന് എഴുതും. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് മദർ ആൻഡ് ഫാദർ, ഇങ്ങനെ സെന്റൻസ് വരിക. നോക്കി, ഇവിടെ എത്ര സബ്ജക്റ്റ് ഉണ്ട്? മദർ ഒരു സബ്ജക്റ്റ് ഉണ്ട്. ഇനി അടുത്തത് ഫാദർ, രണ്ട് സബ്ജക്റ്റ്, സോറി രണ്ടാമത്തെ. അപ്പൊ ഒന്നാമത്തെ സബ്ജക്റ്റ് മദർ, രണ്ടാമത്തെ സബ്ജക്റ്റ് ഫാദർ. രണ്ട് പേരുമാണ് വരുന്നത്, മോർ ദാൻ വൺ. അപ്പൊ ഇവിടെ സബ്ജക്റ്റ് ആയിട്ട് വരുന്ന രണ്ട് പേരുണ്ട് അല്ലേ? മോർ ദാൻ വൺ. മോർ ദാൻ വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മോർ ദാൻ വൺ എന്ന് പറയുമ്പോൾ അത് സിംഗുലർ എന്നുള്ളത് മാറി പ്ലൂറൽ ആയിട്ട് മാറുകയാണ് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എവേക്സ് എഴുതോ എവേക്ക് എഴുതോ? എവേക്ക് എന്ന് എഴുതും അല്ലേ? അപ്പൊ ആ ചേഞ്ച് ഒന്ന് നോക്കിയേ. മദർ എവേക്സ് എന്നും ഫാദർ എവേക്സ് എന്നും വന്നെടുത്ത് രണ്ടാമത് മദറും ഫാദറോട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് എവേക്ക് എന്നായി മാറി. ഇതൊരു ബേസിക് റൂളാണ്, മനസ്സിലായില്ലേ? എവിടെ നമ്മൾ വെർബിന്റെ ബേസ് ഫോം ഉപയോഗിച്ചാലും ഈ റൂൾ നമ്മൾ കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഇനി ഏതൊക്കെ കേസുകളിലാണ്, ഏതൊക്കെ ഒക്കേഷനുകളിലാണ് ഈ ബേസ് ഫോം ഉപയോഗിക്കുന്നത് എന്നുള്ളത് വി വിൽ സ്റ്റഡി ലേറ്റർ. ഓക്കെ, പിന്നീടാണ് നമ്മളിത് പഠിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഈ ബേസിക് റൂൾ അങ്ങോട്ട് പഠിക്കുക. അപ്പം സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ വെർബിന്റെ ബേസ് ഫോം ഉപയോഗിക്കുമ്പോൾ SORES ചേർന്നത് ഉപയോഗിക്കുക. പ്ലൂറൽ ആണെന്നുണ്ടെങ്കിൽ എന്താണ്? SORES ചേരാത്ത ബേസ് ഫോം ഉപയോഗിക്കുക. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ എക്സാമ്പിൾ നോക്കുമ്പോൾ മദർ എവേക്സ് എന്നും ഫാദർ എവേക്സ് എന്നും മദർ ആൻഡ് ഫാദർ എവേക്ക് എന്നും വരും. ഓക്കെ ആണല്ലോ. ഇനി അടുത്തതാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എന്താണ് പ്രൊനൗണിന്റെ കൂടെ യൂസ് ചെയ്യുന്നതോടെ ഒന്ന് ശ്രദ്ധിക്കുക. പ്രൊനൗണിന്റെ കൂടെ ഈ എന്താണ് ബേസ് ഫോം എങ്ങനെ യൂസ് ചെയ്യുന്നുള്ളതുകൂടി ഒന്നുകൂടി ഒന്ന് നോക്കാം നമുക്ക് അല്ലേ? ഏതാണ് പ്രൊനൗണുകൾ? ഏതൊക്കെയാണ്? ഐ ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് ഫസ്റ്റ് പേഴ്സൺ ആയിട്ട് വരുന്ന രണ്ടാമത്തെ ഏതാണ്? വി. സെക്കൻഡ് പേഴ്സൺ ഏതാണ്? യു. തേർഡ് പേഴ്സൺ ഏതൊക്കെയാണ്? ഹി ഉണ്ട്, ഷീ ഉണ്ട്, ദേ ഉണ്ട്, ഇറ്റ് ഉണ്ട് അല്ലേ? അപ്പൊ ഏതൊക്കെ എങ്ങനെ എഴുതും? ഇതിനകത്ത് ഐ എന്ന് പറയുന്നത് എന്താണ്? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു ഐ സിംഗുലർ ആണ്, പക്ഷെ പ്ലൂറൽ സ്റ്റേറ്റസ് ആണ്. അതായത് പ്ലൂറൽ ആയിട്ട് എപ്പോഴും കാണാവുള്ളൂ എന്നുള്ളത് അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബേസ് ഫോമിൽ ഏതാ ഉപയോഗിക്കേണ്ടത്? ഐ എവേക്ക് എന്ന് ഉപയോഗിക്കും അല്ലേ? ഇനി വി സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? പ്ലൂറൽ ആണ് അല്ലേ? വി പ്ലൂറൽ ആണ്. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും? വി എവേക്ക് എന്നേ എഴുതത്തുള്ളൂ അല്ലേ? അടുത്തത് യു എന്താണ്? പ്ലൂറൽ സ്റ്റേറ്റസ് ആണ് എപ്പോഴും അല്ലേ? അപ്പൊ എങ്ങനെ എഴുതും? യു എവേക്ക് എന്നായിരിക്കും എഴുതുന്നത് അല്ലേ? അടുത്തത് ഹി എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? സിംഗുലർ ആണ്. അപ്പൊ എന്താണ്? ഏത് യൂസ് ചെയ്യണം? എവേക്സ് എന്ന് പറയുന്ന വെർബ് യൂസ് ചെയ്യണം അല്ലേ? അടുത്തത് ഷീ സിംഗുലർ ആണ്. ഏത് ഉപയോഗിക്കണം? എവേക്സ് എന്ന് പറയുന്ന വെർബ് യൂസ് ചെയ്യണം അല്ലയോ? ദൈ പ്ലൂറൽ ആണ്. ഏത് ഉപയോഗിക്കണം? എവേക്ക് എന്ന് പറയുന്ന വെർബ് ഉപയോഗിക്കണം അല്ലേ? അടുത്ത ഇറ്റ് സിംഗുലർ ആണ്. എന്ത് ഉപയോഗിക്കണം? എവേക്സ് എന്ന് പറയുന്ന വെർബ് ഉപയോഗിക്കണം. ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഓക്കെ അല്ലേ? ഇത് പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. നിങ്ങൾ നോട്ട്സ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് കുറെ കൂടുതൽ ഇതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ അടുത്ത കാര്യത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ ബേസ് ഫോം എങ്ങനെയാണ് സബ്ജക്റ്റിന്റെയും ഒരു നൗണിന്റെയും പ്രൊനൗൺസിന്റെയും കൂടെ എങ്ങനെ യൂസ് ചെയ്യുന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ വീണ്ടും ഒന്നുകൂടി നോക്കിയത്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടാമത്തെ വെർബായിട്ടുള്ള ഏതാണ്? പ്രസന്റ് പാർട്ടിസിപ്പിൾ വെർബ് ഏതാണ്? എവേക്കിംഗ് അല്ലേ? പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയും. ഈ വെർബിന്റെ കൂടെ എങ്ങനെ സബ്ജക്റ്റുകൾ യൂസ് ചെയ്ത് സെന്റൻസുകൾ കൺസ്ട്രക്ട് ചെയ്യാം എന്നുള്ളതാണ് രണ്ടാമത്തെ റൂളായിട്ട് അത് പഠിക്കുക. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു, എവേക്കിംഗ് എന്ന് പറയുന്ന വെർബിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ
എന്തില്ല, അതിന്റെ സിംഗുലർ പ്ലൂറൽ നിർണ്ണയിക്കാനായിട്ട് പ്രത്യേക ഫോമുകളില്ല. പകരം എന്താണുള്ളത്, അതിന്റെ കൂടെ ഓക്സിലറി വെർബുകൾ ഉപയോഗിച്ചിട്ട് ആ ഓക്സിലറി വെർബുകളാണ് എന്ത് ചെയ്യുന്നത്, അതിന്റെ സിംഗുലർ പ്ലൂറൽ എന്താണെന്നുള്ളത് നിർണ്ണയിക്കുന്നത്. അപ്പൊ അങ്ങനെ 3 സെറ്റ് ഓക്സിലറി വെർബുകൾ, സിംഗുലർ പ്ലൂറൽ നിർണ്ണയിക്കാനായിട്ട് 3 സെറ്റ് ഓക്സിലറി വെർബുകൾ അതിന്റെ കൂടെ യൂസ് ചെയ്ത് നമ്മൾ പഠിച്ചായിരുന്നു. ഏതൊക്കെയായിരുന്നു? ആമിസാർ ഒരു സെറ്റ്, രണ്ടാമത്തെ വാസ് വെയർ രണ്ടാമത്തെ സെറ്റ്, പിന്നെ ഹാസും ഹാവും മൂന്നാമത്തെ സെറ്റ്. ഇതിന് നമ്മൾ ഓക്സിലറി വെർബുകൾ ഇനി നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ഇതിന് നമ്മൾ മൊത്തത്തിൽ പറയുന്ന ഒരു പേരുണ്ട്. ഈ പറഞ്ഞ ഇത്രയും സെറ്റ് ഓഫ് ഓക്സിലറി വെർബിന് പറയുന്ന ഒരു പേരുണ്ട്, പ്രൈമറി ഓക്സിലറി വെർബ് എന്നാണ് പറയുന്നത്. ഇതെന്താണെന്നുള്ളത് നമ്മൾ ഓക്സിലറി വെർബ് പഠിക്കുന്ന സമയത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇതിനകത്ത് ബി ഫാമിലി വെർബുകളുണ്ട്, പെർഫെക്റ്റ് ഫാമിലി വെർബുകളുണ്ട്, ഹൈഡിംഗ് വെർബുകളുണ്ട്, മോഡൽ ഓക്സിലറി വെർബുകളുണ്ട്. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കാനായിട്ട് പോകുന്നതാണ്. അപ്പൊ അതിനൊക്കെ മുമ്പായിട്ട് നമ്മൾ ഇപ്പം പറയുന്ന കാര്യത്തെ കുറിച്ച് മാത്രം ചിന്തിക്കുക. അപ്പൊ ഇവിടെ നമ്മൾ പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്ന വെർബ് എങ്ങനെ സെന്റൻസിൽ യൂസ് ചെയ്യുക എന്നുള്ളതാണ് പഠിക്കുന്നത്. അപ്പോൾ ആ വെർബ് സെന്റൻസ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് അറിഞ്ഞിരിക്കണം? 3 സെറ്റ് ഓക്സിലറി വെർബുകളായിരിക്കും അതിനകത്ത് സബ്ജക്ട് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്നനുസരിച്ച് അത് സെന്റൻസിനകത്ത് ഉപയോഗിക്കാനായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ നേരത്തെ പറഞ്ഞു ഓക്സിലറി വെർബ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ മീനിങ്? ഹെൽപ്പിംഗ് വെർബ് എന്നാണ്. എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ആദ്യത്തെ സെറ്റ് ഓക്സിലറി വെർബുകൾ ഏതൊക്കെയാണ്? ആമിസാർ ആണ് ആദ്യത്തെ സെറ്റ് ഓക്സിലറി വെർബ്. ഓക്കെ അല്ലേ? അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ സെറ്റ് ഓക്സിലറി വെർബ് ആമിസാർ. ഇതും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതെന്നാണ് എന്റെ ഒരു വിശ്വാസം. നിങ്ങൾ ഇത് നോട്ട്സ് എഴുതിയിട്ടുണ്ടെന്നാണ്. എങ്കിലും ഒരിക്കൽ കൂടി ഒന്ന് പറഞ്ഞേക്കാം. നിങ്ങൾ മറന്നു പോയിട്ടുണ്ട്, ഇൻ കേസ് മറന്നു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരിക്കൽ കൂടി പറഞ്ഞേക്കാം. ഓക്കെ, ആമിസാർ ആണ് ഒന്നാമത്തെ സെറ്റ്. രണ്ടാമത്തെ സെറ്റ് വാസ് ഫെയർ. മൂന്നാമത്തെ സെറ്റ് ഹാസും ഹാവും. അപ്പൊ ഈ 3 സെറ്റ് ഓക്സിലറി വെർബുകൾ ചേർത്ത് എങ്ങനെ എവേക്കിംഗ് എന്ന് പറയുന്ന വെർബ് ഉപയോഗിച്ച് സെന്റൻസുകൾ എഴുതാം എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ സെറ്റ് നമ്മൾ പഠിച്ചായിരുന്നു ആമിസാർ. ആമിസാർ എങ്ങനെയായിരുന്നു പറഞ്ഞത്? ആമിസാർ എന്ന് പറയുമ്പോൾ സെന്റൻസിനകത്ത് യൂസ് ചെയ്യുന്ന അതിനകത്ത് സിംഗുലർ എന്ന് പറയുന്നത്, സിംഗുലർ ഫോം എന്ന് പറയുന്ന ഈസ് ആണ്, പ്ലൂറൽ ഫോം ആറാണ്. അതായത് ആമിസാർ എന്ന് പറയുന്ന 3 സെറ്റും ഒരേ മീനിങ്ങിൽ യൂസ് ചെയ്യുന്ന, ഒരേ ടെൻസിൽ യൂസ് ചെയ്യുന്ന 3 ഓക്സിലറി വെർബുകളാണ് ആമിസാർ. ആമിസാറിന്റെ അകത്ത് എന്താണ്, 3നും സെയിം മീനിങ് ആണ്. അതിനകത്ത് സിംഗുലർ എന്ന് പറയുന്ന ഈസ്, പ്ലൂറൽ എന്ന് പറയുന്നത് ആറ്. അതിനകത്തെ ആം എന്ന് പറയുന്നത് സബ്ജക്റ്റ് ഐ ആകുമ്പോൾ മാത്രം ഉപയോഗിക്കുന്നതാണ്. ഐ സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ മാത്രം ഉപയോഗിക്കുന്ന ഓക്സിലറി വെർബാണ് ഏതെന്ന് പറയുന്നത് ആം എന്ന് പറയുന്നത്. ബാക്കി സിംഗുലർ എന്ന് പറയുന്നത് ഈസ് ആണ്, പ്ലൂറൽ എന്ന് പറയുന്നത് ആറാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ 1-2 സെന്റൻസ് ഇത് കഴിഞ്ഞ ക്ലാസ് എഴുതിയതായതുകൊണ്ട് 1-2 സെന്റൻസ് ഉണ്ടെന്ന് പറഞ്ഞേക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പൊ നേരത്തെ പറഞ്ഞ സബ്ജക്റ്റ് മദർ അല്ലേ, ഇതിന്റെ കൂടെ എങ്ങനെ ആ സെന്റൻസ് എഴുതാം? നേരത്തെ പറഞ്ഞു, അതായത് നമ്മൾ സെന്റൻസ് എഴുതുന്ന ഫോർമാറ്റ് ഇതാണ്, സബ്ജക്റ്റ് പ്ലസ് വെർബ് എന്നുള്ളതാണ്. അപ്പൊ ഈ വെർബിനകത്ത് സബ്ജക്റ്റ് പ്ലസ് വെർബ് എന്ന് പറയുമ്പോൾ വെർബിനകത്ത് ഓക്സിലറി വെർബോടെ ചേർന്ന് വരുന്നതാണെങ്കിൽ ആദ്യ ഓക്സിലറി വെർബ് പ്ലസ് മെയിൻ വെർബ്, ഇങ്ങനെ ആയിരിക്കും എഴുതുന്നത്. വെർബ് എഴുതുമ്പോൾ എപ്പോഴും ഓർത്തിരിക്കുക, ഓക്സിലറി വെർബ് എഴുതേണ്ട സെന്റൻസ് ആണ് എന്നുണ്ടെങ്കിൽ ആദ്യം ഓക്സിലറി വെർബ്, രണ്ടാമത് മെയിൻ വെർബ്. അങ്ങനെയാണെങ്കിൽ സബ്ജക്റ്റ്, ഓക്സിലറി വെർബ്, മെയിൻ വെർബ്, ഇതായിരിക്കും സെന്റൻസ് അല്ലേ. അപ്പൊ ഇവിടെ നോക്കി, മദർ രണ്ടാമത് ഓക്സിലറി വെർബിൽ എഴുതേണ്ടത് ഏതെഴുതുന്നത്? ആമിസാറിനകത്ത് അല്ലേ. ആം എഴുതാൻ ഒക്കത്തില്ല, കാരണം ഐ സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ മാത്രമേ ആം ഉപയോഗിക്കുന്നുള്ളൂ അല്ലേ. അടുത്ത ഏതാണ്? ഈസ് ഉണ്ട്. ഈസ് എന്ന് പറയുമ്പോൾ സിംഗുലർ ആകുമ്പോൾ ഉപയോഗിക്കേണ്ടത്. നോക്കണം, മദർ സിംഗുലർ ആണ്, ഏത് ഉപയോഗിക്കും? മദർ ഈസ് എവേക്കിംഗ് എന്ന് ഉപയോഗിക്കും. ഓക്കെ അല്ലേ. ഇനി രണ്ടാമത്തെ ഏതായിരുന്നു പറഞ്ഞേ? മദർ ആൻഡ് ഫാദർ അല്ലേ. മദർ ആൻഡ് ഫാദർ, മദർ ആൻഡ് ഫാദർ. നോക്കി, മദർ ആൻഡ് ഫാദർ. നോക്ക്, സബ്ജക്റ്റ് ഒരെണ്ണം മദർ, സബ്ജക്റ്റ് രണ്ടാമത്തത് എന്താണ്? ഫാദർ. ഇങ്ങനെ 2 സബ്ജക്റ്റ് ഉണ്ട്. മോർ ദാൻ 1, ഒന്നിൽ കൂടുതലാണ്, പ്ലൂറൽ ആണ് സബ്ജക്റ്റ്. അപ്പോൾ എന്ത് ചെയ്യണം? പ്ലൂറൽ വെർബ് ഉപയോഗിക്കണം. ഏത് ഉപയോഗിക്കണം? ആമിസാറിനകത്ത് ആം ഉപയോഗിക്കില്ല, ഈസ് സിംഗുലർ ആണെങ്കിൽ ഉപയോഗിക്കുന്നതാണ് അല്ലേ. ഇനി ഏതാ ഉപയോഗിക്കേണ്ടത്? ആർ. അപ്പൊ എങ്ങനെ എഴുതും? ആർ. അപ്പം മദർ ആൻഡ് ഫാദർ ആർ. പിന്നെ എങ്ങനെ വെർബ് എഴുതുക? എവേക്കിംഗ്. വെർബിന് മാറ്റമൊന്നുമില്ല, സെയിം ഫോം തന്നെ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ പ്രൊനൗൺ എഴുതുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് നോക്കിയായിരുന്നു. എങ്ങനെയായിരുന്നു? ഐ സബ്ജക്റ്റ് ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഏത് ഉപയോഗിക്കുന്നുള്ളൂ? ഇതിനകത്ത് ആം ഉപയോഗിക്കുന്നുള്ളൂ. എങ്ങനെ എഴുതും? ഐ ആം എവേക്കിംഗ് എന്നാണ് എഴുതുന്നത് അല്ലേ. ഇനിയും സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഏതാ ഉപയോഗിക്കുന്നത്? ഇപ്പൊ ഹി സബ്ജക്റ്റ് ആയിട്ട് വരിക, ഏതാ ഉപയോഗിക്കുന്നത്? ഹി ഈസ് എവേക്കിംഗ് എന്ന് ഉപയോഗിക്കും അല്ലേ. ഇനിയും ദൈ, THY ദൈ, പ്ലൂറൽ ആണ് അല്ലേ. അത് സബ്ജക്റ്റ് ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ഉപയോഗിക്കുന്നത്? ദൈ ആർ എവേക്കിംഗ് എന്ന് വരും സെന്റൻസ്. ഓക്കെ അല്ലേ. വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ മനസ്സിലായി എന്ന് ഞാൻ ചിന്തിക്കുന്നു. ഓക്കെ,
അപ്പം അത് കഴിഞ്ഞു. അതായത് വൺ സെറ്റ് ഓഫ് ഓക്സിലറി വെർബ് ഏതാണ്? ആമീസാർ ഇയർത്ത് എങ്ങനെ സെന്റൻസ് എഴുതാം എന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എബേക്കിങ്ങിന്റെ കൂടെ ആമീസാർ ഇയർത്ത് എങ്ങനെ സെന്റൻസ് എഴുതാം എന്നുള്ളതാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. ഇനി രണ്ടാമത്തെ സെറ്റ് എന്ന് പറയുന്നത് ഏതാണ്? വാസും വെയറും ആണ്. രണ്ടാമത്തെ സെറ്റ് എന്ന് പറയുമ്പോൾ ഏതാണ്? വാസ് അല്ലെങ്കിൽ വെയർ അല്ലെ? ഈ വാസ് വെയർ ചേർത്ത് എങ്ങനെ സെന്റൻസ് എഴുതാം എന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ എബേക്കിങ്ങിന്റെ കൂടെ വാസ് വെയർ ചേർത്ത് എങ്ങനെ സെന്റൻസ് എഴുതാം? നേരത്തെ നമ്മൾ സെന്റൻസ് എഴുതുന്ന ഫോർമാറ്റ് ഒരിക്കൽ കൂടി എഴുതാം. സബ്ജക്റ്റ് പ്ലസ് വെർബ് എന്നുള്ളതാണ് സെന്റൻസ് എഴുതുന്നതിന്റെ ഫോർമാറ്റ് അല്ലേ? ഓർത്തിരിക്കുക, സബ്ജക്റ്റ് പ്ലസ് വെർബ് എന്ന് പറയുമ്പോൾ ഓക്സിലറി വെർബ് വരുന്നതാണെന്നുണ്ടെങ്കിൽ ആ വെർബിന്റെ സ്ഥാനത്ത് ഓക്സിലറി വെർബ് പ്ലസ് മെയിൻ വെർബ്, ഇങ്ങനെ ആയിരിക്കണം ഫോർമാറ്റ് വരുന്നത് അല്ലെ? ഓക്സിലറി വെർബ് പ്ലസ് വെർബ് എന്നുള്ളതായിരിക്കണം ഫോർമാറ്റ് വരുന്നത്. ഇത് എപ്പോഴും ഓർത്തിരിക്കുക. സബ്ജക്റ്റ് പ്ലസ് വെർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിലറി വെർബ് ഉള്ളതാണെന്നുണ്ടെങ്കിൽ ഓക്സിലറി വെർബ് പ്ലസ് വെർബ് എന്നുള്ള ഫോർമാറ്റിലായിരിക്കണം സെന്റൻസ് എഴുതേണ്ടത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സെന്റൻസ് വാസും വേറും ചേർത്ത് എഴുതാം. അപ്പൊ ഓർത്തിരിക്കുക, വാസ് എന്ന് പറയുന്നത് എപ്പോഴും സിംഗുലർ ആണ്. നേരത്തെ പറഞ്ഞ ഈസ്, എസിൽ അവസാനിക്കുന്ന വെർബുകൾ അല്ലെ? എബേക്സ് എന്ന് പറയുന്നത് സിംഗുലർ ആയിരുന്നു, എസിലാണ് അവസാനിച്ചത്, സിംഗുലർ ആയിരുന്നു. ആമീസാറിനകത്ത് ഈസ് എസിൽ അവസാനിച്ചത് സിംഗുലർ ആണ് അല്ലെ? വാസ് വെയറിനകത്ത് വാസ് എസിലാണ് അവസാനിക്കുന്നത്, അതും സിംഗുലർ ആണ്, ഓർത്തിരിക്കുക. അതേപോലെ തന്നെ ഹാസ് ഹാവ് വരുമ്പോഴും അത് ഹാസ് എസിലാണ് അവസാനിക്കുന്നത്, അതും എന്താണ്? സിംഗുലർ ആണ്. അപ്പൊ ഓക്സിലറി വെർബിൽ ഓർത്തിരിക്കുക എന്താണ്? എസിൽ അവസാനിക്കുന്ന എല്ലാ ഓക്സിലറി വെർബും സിംഗുലർ ആണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. എസിൽ അവസാനിക്കുന്ന പ്രൈമറി ഓക്സിലറി വെർബുകൾ മൊത്തവും സിംഗുലർ ആണ് എന്ന് ഓർത്തിരിക്കുക. അപ്പൊ വളരെ സിമ്പിൾ ആയി സിംഗുലർ കിട്ടി. പിന്നെ പ്ലൂറൽ എന്താണെന്നുള്ള മനസ്സിലാക്കിയാൽ മതിയല്ലോ, അതും വളരെ സിമ്പിൾ ആണ്. അപ്പൊ ഓർത്തിരിക്കുക, ഇതിനകത്ത് വാസ് സിംഗുലർ, വെയർ പ്ലൂറൽ. ഓക്കെ ആണല്ലോ? വാസ് സിംഗുലർ, വെയർ പ്ലൂറൽ. ഓക്കെ, ഇപ്പൊ ഇവിടെ നോക്കാം. നമുക്ക് ഇനി സെന്റൻസ് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. സ്ട്രക്ചർ ഒക്കെ ആയി, ഇനി സെന്റൻസ് എഴുതി നോക്കിയാൽ മതിയല്ലോ. എങ്ങനെ എഴുതാം നമുക്ക്? അതായത് സബ്ജക്റ്റ് ആയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ മദർ എന്നുള്ള വേർഡ് തന്നെ എടുക്കുന്നു അല്ലെ? സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? സിംഗുലർ ആണ് അല്ലെ? അപ്പൊ മദർ സിംഗുലർ ആണ്. നമ്മൾ അടുത്ത് എഴുതേണ്ടത് വാസ് അല്ലെങ്കിൽ വെയർ അല്ലെ? അതിനകത്ത് വാസ് എന്ന് പറയുന്നത് സിംഗുലർ ആണ്. അപ്പൊ മദർ വാസ് എങ്ങനെ വരും? മദർ വാസ് എ ബേക്കിംഗ് എന്ന് വരും. ഓക്കെ അല്ലെ? മദർ വാസ് എ ബേക്കിംഗ്. ഓക്കെ, ഇനി നോക്കിയേ നെക്സ്റ്റ് അടുത്ത സെന്റൻസ് മദർ ആൻഡ് ഫാദർ. മദർ ആൻഡ് ഫാദർ അല്ലെ? നോക്കിയേ, മദർ ഒന്നാമത്തെ സബ്ജക്ട് മദർ, രണ്ടാമത്തെ സബ്ജക്ട് ഫാദർ. ഒന്നിൽ കൂടുതൽ സബ്ജക്റ്റുകൾ വന്നിട്ടുണ്ട്, രണ്ട് സബ്ജക്റ്റുകൾ വന്നിട്ടുണ്ട്. അങ്ങനെ രണ്ട് സബ്ജക്റ്റുകൾ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതേണ്ടത്? അത് പ്ലൂറൽ ആയിട്ടാണ് എഴുതേണ്ടത് അല്ലെ? പ്ലൂറൽ ആയിട്ടാണ് കണക്കാക്കേണ്ടത്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് പ്ലൂറൽ ഫോം ഏതാണ്? വെയർ. അപ്പൊ സെന്റൻസ് എങ്ങനെ എഴുതും? മദർ ആൻഡ് ഫാദർ വെയർ എ ബേക്കിംഗ് എന്ന് വരും. മദർ ആൻഡ് ഫാദർ വെയർ എ ബേക്കിംഗ്. അപ്പൊ രണ്ട് സെന്റൻസ് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? മദർ വാസ് എ ബേക്കിംഗ് ഒന്നാമത്തെ സെന്റൻസ്, രണ്ടാമത്തെ സെന്റൻസിനകത്ത് മദർ ആൻഡ് ഫാദർ. ഇതിനകത്ത് രണ്ട് സബ്ജക്റ്റുകൾ വരുന്നുണ്ട്. അതായത് ഒന്നിൽ കൂടുതൽ സബ്ജക്റ്റുകൾ വരികയാണെന്നുണ്ടെങ്കിൽ അത് പ്ലൂറൽ ആയിട്ട് കണക്കാക്കി അവിടെ എങ്ങനെയാണ്? പ്ലൂറൽ ഫോമിലുള്ള ഓക്സിലറി വെർബ് ആയിട്ടുള്ള വെയർ ഉപയോഗിക്കണം. ഓക്കെ ആണല്ലോ? അപ്പം ഇത് രണ്ടും എന്താണെന്നുള്ളത് മനസ്സിലായി അല്ലെ? ഓക്കെ, ഇനി അടുത്തെന്ന് പറയുന്നത് പ്രൊനൗണിന്റെ കൂടെ വാസും വെയർ യൂസ് ചെയ്യുന്നതാണ്. അത് കാണാതെ പഠിക്കേണ്ടതാണ്. നിങ്ങൾ ഓർത്തിരിക്കുക, മറന്നു പോകരുത്, ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ സെന്റൻസ് എഴുതാമെന്നുള്ളത് നമുക്ക് നോക്കാം. ഏതൊക്കെയാണ്? ഒന്നാമത്തെ പ്രൊനൗൺ ഫസ്റ്റ് പേഴ്സൺ ആയിട്ടുള്ള ഐ, രണ്ടാമത്തേത് ഫസ്റ്റ് പേഴ്സൺ ആയിട്ടുള്ള വി, മൂന്നാമത്തെ സെക്കൻഡ് പേഴ്സൺ ആയിട്ടുള്ള യു, നാലാമത്തെ തേർഡ് പേഴ്സൺ ആയിട്ടുള്ള ഹി, ഷീ, പിന്നെ ദെയ്, ഇറ്റ്. ഇങ്ങനെ ഉള്ള 7 പ്രൊനൗണുകളാണ് എഴുതാൻ നമ്മൾ പോകുന്നത്. ഓക്കെ, നേരത്തെ നമ്മൾ പഠിച്ച പോലെ തന്നെ ആമിസാർ വരുമ്പോൾ ഐയുടെ കൂടെ ഉപയോഗിക്കാനായിട്ട് പ്രത്യേക ഒരു ഓക്സിലറി വെർബ് ഉണ്ടായിരുന്നു. ഏതായിരുന്നു? ആം. ഇവിടെ വാസും വെയറും മാത്രമാണ്, പ്രത്യേക വെർബുകളൊന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു ഐക്ക് സിംഗുലർ ആണ് മീനിങ് ഇല്ല, പക്ഷെ ഒരു പ്ലൂറൽ സ്റ്റേറ്റസ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഓക്കെ ആണല്ലോ? മറന്നു കാണത്തില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ അതേ സ്റ്റേറ്റസ് തന്നെയാണ് ഇവിടെ നോക്കേണ്ടത്. ഇവിടെ പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്നത് വാസ് എന്ന് പറയുന്ന സിംഗുലർ വെർബാണ് അതിന്റെ കൂടെ ഉപയോഗിക്കുന്നത്. അത് എപ്പോഴും അണ്ടർസ്റ്റുഡ് ആയിട്ട് ഇരിക്കുക. എന്താണ്? ഐ ഉപയോഗിക്കുമ്പോൾ ഐയുടെ കേസുകൾ എപ്പോഴും ഓർത്തിരിക്കുക. ഐക്ക് സിംഗുലർ ആണ്, പ്ലൂറൽ സ്റ്റേറ്റസ് ഉണ്ട്, ഒരു പ്രത്യേക സ്റ്റേറ്റസ് ഉണ്ട്. അങ്ങനെ പ്ലൂറൽ സ്റ്റേറ്റസ് എന്നൊരു പ്രത്യേക സ്റ്റേറ്റസ്, പ്രത്യേക പദവി അലങ്കരിക്കുന്ന ഒരു പ്രത്യേക വ്യക്തിയാണ് ഐ എന്നുള്ളത് അങ്ങോട്ട് ചിന്തിക്കുക. അപ്പൊ ബേസ് ഫോം ഉപയോഗിക്കുമ്പോൾ അതിനകത്ത് എന്താണ്?
പ്ലൂറൽ ഫോമിലുള്ള വെർബാണ് ഐയുടെ കൂടെ ഉപയോഗിക്കുന്നത്. ഇനി ആമീസാർ ഉപയോഗിക്കുമ്പോൾ ഐയുടെ കൂടെ ആമാണ് ഉപയോഗിക്കുന്നത്. വാസും വേർ ഉപയോഗിക്കുമ്പോൾ ഐയുടെ കൂടെ വാസ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മൾ ഇതൊരു പ്രത്യേക പാർട്ടായിട്ട് പഠിക്കുന്നുണ്ട്. അതിന് മുമ്പായിട്ട് ഇത് പറഞ്ഞു തരാം, നിങ്ങൾ മനസ്സിൽ ആക്കിയെടുക്കുക. ഓക്കെ, അപ്പം എന്താ പറഞ്ഞിരിക്കുന്നത്? ഐ വാസ് എന്നായിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പൊ എങ്ങനെ എഴുതും? ഐ വാസ് എ ബേക്കിംഗ് എന്ന സെന്റൻസ് എഴുതും. ഓക്കെ, ഇനി അടുത്തത് പറഞ്ഞു നോക്കിയേ, ശ്രദ്ധിച്ചേ. രണ്ടാമത്തെ വി ആണ്, പ്ലൂറൽ ആണ്. പ്ലൂറൽ ഫോം ഏതാണ് ഇതിനകത്ത്? വെയർ ആണ്, അല്ലെ? അപ്പൊ നമ്മള് വേറെ സംശയമൊന്നുമില്ല, ഇതിനകത്ത് വി വെയർ എ ബേക്കിംഗ് എന്ന് എഴുതും. ഓക്കെ, അടുത്ത യു ആണ്, അല്ലെ? യു പിന്നെ പ്ലൂറൽ സ്റ്റേറ്റസ് ആണ്. എങ്ങനെ എഴുതും? യു വെയർ എന്ന് എഴുതും. യു വെയർ എ ബേക്കിംഗ് എന്ന് എഴുതും. ഓക്കെ, അടുത്ത ഹി ആണ്, സിംഗുലർ ആണ്. സിംഗുലർ ഉപയോഗിക്കണം. എങ്ങനെ എഴുതും? ഹി വാസ്, അല്ലെ? ഹി വാസ് എ ബേക്കിംഗ് എന്ന് എഴുതും. ഓക്കെ, അടുത്തത് ഷീ ആണ്. എങ്ങനെ എഴുതും? ഷീ വാസ് എ ബേക്കിംഗ് എന്ന് എഴുതും, അല്ലെ? അടുത്തത് ദേ ആണ്, പ്ലൂറൽ ആണ്. എന്റെ കൂടെ എങ്ങനെ എഴുതണം? ദേ വെയർ എ ബേക്കിംഗ് എന്ന് എഴുതും. ഓക്കെ, അടുത്ത ഇറ്റ് ആണ്. ഇറ്റ് സിംഗുലർ ആണ്. എങ്ങനെ എഴുതും? ഇറ്റ് വാസ് എ ബേക്കിംഗ് എന്ന് എഴുതും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് സെന്റൻസുകൾ എഴുതുന്നത്. വളരെ സിമ്പിൾ ആണ്. അപ്പൊ ഓർത്തിരിക്കുക, വാസും വെയർ യൂസ് ചെയ്യുമ്പോൾ സിംഗുലർ വാസ്, പ്ലൂറൽ വെയർ, അല്ലെ? അതിനകത്ത് പ്രത്യേകം ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഐയുടെ കൂടെ വാസ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. ഇതിന്റെ കേസ് എന്ന് പറഞ്ഞാൽ ആമിസാർ എന്ന് പറയുന്നത് ടെൻസിന്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുന്നത് അതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് വാസും വെയർ. അപ്പൊ അടുത്ത സ്റ്റെപ്പായിട്ട് നമ്മൾ അത് പഠിക്കുക. അപ്പൊ ഇപ്പൊ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട നിങ്ങളിപ്പം ഇത് എങ്ങനെ സിംഗുലറും പ്ലൂറലും അനുസരിച്ച് ഉപയോഗിക്കും എന്നുള്ളതിനെ കുറിച്ച് മാത്രം ഇപ്പം പഠിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ അത് നമ്മൾ കഴിഞ്ഞു. ഇത് നമുക്ക് നോട്ട്സ് ആയിട്ട് എഴുതേണ്ട വരും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എഴുതിയിട്ടില്ലായിരുന്നു തോന്നുന്നു. അപ്പോൾ ഇത് നോട്ട്സ് എഴുതേണ്ടത് എങ്ങനെയാണെന്നുള്ളത് ഒന്ന് പറയാം. അപ്പം നോട്ട്സ് എഴുതാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്ക് തയ്യാറാക്കുക. സോറി, പേപ്പർ എടുക്കുക, ഫയല്, പേപ്പർ, ഈ കാര്യങ്ങളൊക്കെ എടുക്കുക. ഓക്കെ, അപ്പോ എന്താണ് ഇന്നത്തെ ഡേറ്റ് നോക്കുക. ഡേറ്റ് 29/4/2021. ദിവസം ഏതാണ്? തേഴ്സ്ഡേ ആണ്. ഓക്കെ, ഡേറ്റ് എഴുതി. ഇനിയും പേപ്പർ രണ്ടായിട്ട് മടക്കുക, അല്ലേ? ഇത് നമ്മൾ എപ്പോഴും ചെയ്യുന്ന കാര്യമാണ്. നോട്ട്സ് എഴുതുമ്പോൾ ഈ കെയർ എപ്പോഴും ഉണ്ടായിരിക്കണം എന്നുള്ള പറയുന്നതുമാണ്. 29 ഇന്ന് ഡേറ്റ്. ഇന്നത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇലക്ഷൻ മൊത്തം കംപ്ലീറ്റ് ആകുകയാണ് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്, അല്ലേ? ഇന്ന് മിക്കവാറും എന്താണ് ന്യൂസുകളിൽ നമുക്ക് എക്സിറ്റ് പോളുകൾ കാണാൻ കഴിയും. അപ്പം അതിൻ്റെ ഒരു ആങ്സൈറ്റി നിങ്ങൾക്കില്ല എന്നറിയാം, അല്ലയോ? നമുക്കിതൊന്നും അറിയണ്ടാണ്, അല്ലേ? ഓക്കെ, അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഇതെല്ലാം അറിഞ്ഞിരിക്കേണ്ട ജനാധിപത്യ വ്യവസ്ഥയെ, നമ്മുടെ രാജ്യം അല്ലെങ്കിൽ നമ്മുടെ നാട് എങ്ങനെ പോകുന്നു എന്നുള്ളതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. രാഷ്ട്രീയം ശ്രദ്ധിക്കേണ്ടതാണ്. രാഷ്ട്രീയത്തെക്കുറിച്ച് നല്ലൊരു അവഗാഹം നിങ്ങൾക്ക് ഉണ്ടാകേണ്ടതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതെല്ലാം, അതായത് നമ്മുടെ ചുറ്റുപാടും നടക്കുന്ന ഓരോ കാര്യങ്ങളെ കുറിച്ച്, ഓരോ സ്പന്ദനങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. എങ്കിലേ നല്ലൊരു പൗരനായിട്ട് നമുക്ക് മാറാൻ കഴിയത്തുള്ളൂ. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ ഇന്നത്തെ എക്സിറ്റ് പോളിനെ കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം, കേട്ടോ? ഓക്കെ, അപ്പൊ നോക്കിയോ, നമ്മൾ ഇതെങ്ങനെ നോട്ട്സ് എഴുതുന്നത് നോക്കാം. അപ്പം എന്താണ്, ഏത് വെർബിന്റെ ഫോമാണ് നമ്മൾ പഠിക്കുന്നത്? എവേക്കിംഗ് എന്ന് പറയുന്ന വെർബിന്റെ ഫോമാണ്, അല്ലേ? രണ്ടാമത്തെ ഫോമാണ് എവേക്കിംഗ് എന്ന് പറയുന്ന രണ്ടാമത്തെ പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്ന ഫോമാണ് എഴുതുന്നത്. അതിന്റെ ഏത് സെറ്റ് ഓഫ് ഓക്സിലറി വെർബ് അതിന്റെ കൂടെ വരുന്നതാണ്? എവേക്കിങ്ങിന് കൂടെ വാസ് അല്ലെങ്കിൽ വെയർ പ്ലസ് എവേക്കിംഗ്, ഈ ഫോർമാറ്റ് ആണ് നമ്മൾ നോക്കുന്നത്, അല്ലേ? അപ്പോൾ അതിനകത്ത് ഓർത്തിരിക്കുക, ഇതിനകത്ത് ഏതാണ് സിംഗുലർ എന്നുള്ളത് നോക്കുക. ഏതാണ് സിംഗുലർ? വാസ് സിംഗുലർ. ഏതാണ് പ്ലൂറല്? വെയർ പ്ലൂറൽ, അല്ലെ? വാസ് സിംഗുലർ, വെയർ പ്ലൂറൽ, ഇതാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇനിയും ഇത് ഓരോന്നും സെന്റൻസിനകത്ത് എഴുതേണ്ടത് ഓർത്തിരിക്കുക. ഞാൻ സബ്ജക്റ്റുകൾ മുമ്പേ എഴുതി കാണിച്ചത് കൊണ്ട് സബ്ജക്റ്റുകൾ മാത്രം ഇവിടോട്ട് എഴുതും. അത് ഓരോ സെന്റൻസിൽ എങ്ങനെ യൂസ് ചെയ്യുന്നുള്ളത് നിങ്ങൾ തന്നെ എഴുതണം. അപ്പം എഴുതേണ്ട സബ്ജക്റ്റുകൾ: 1 മദർ, 2 ഗേൾസ്, 3 ഐ, 4 വി, പിന്നെ
യു, പിന്നെ ഹി, ഷീ, they, it. ഈ സബ്ജക്റ്റുകൾ അനുസരിച്ച് നിങ്ങൾ സെന്റൻസുകൾ എഴുതുക. ഏതൊക്കെയാണ്? മദർ, ഗേൾസ്, ഐ, വി, യു, ഹി, ഷീ, they, it. അപ്പൊ മദർ എന്നാണെങ്കിൽ മദർ വാസ് അവേക്കിംഗ് എന്ന് വരും. എന്താണ്? ഗേൾസ് എന്നാണെങ്കിൽ പ്ലൂറൽ ആണ്, ഗേൾസ് വെയർ അവേക്കിംഗ് എന്ന് വരും. ഐ സിംഗുലർ ആണ്, ഇവിടെ വാസും വേറെ യൂസ് ചെയ്യുമ്പോൾ ഐയുടെ കൂടെ വാസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെ എഴുതും? ഐ വാസ് അവേക്കിംഗ് എന്ന് വരും. വി പ്ലൂറൽ ആണ്, വി വെയർ അവേക്കിംഗ് എന്ന് വരും, അല്ലയോ? യു പ്ലൂറൽ ആണ്, യു വെയർ അവേക്കിംഗ് എന്ന് വരും, അല്ലയോ? ഹി സിംഗുലർ ആണ്, ഹി വാസ് അവേക്കിംഗ് എന്ന് വരും, അല്ലയോ? ഷീ സിംഗുലർ ആണ്, ഷീ വാസ് അവേക്കിംഗ് എന്ന് വരും, അല്ലയോ? they പ്ലൂറൽ ആണ്, they were awaking എന്ന് വരും. ഇറ്റ് സിംഗുലർ ആണ്, ഇറ്റ് വാസ് അവേക്കിംഗ് എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് വാസും വേറും യൂസ് ചെയ്യുന്നതിന്റെ നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ. ഇനി നമ്മൾ നോക്കുന്നതെന്ന് പറയുന്നത് അടുത്ത സെറ്റ് ഓഫ് ഓക്സിലറി വെർബ് എന്ന് പറയുന്നത് അവേക്കിങ്ങിന്റെ കൂടെ യൂസ് ചെയ്യുന്നത് ഹാസും ഹാവും ആണ്. ഏതാണ്? അവേക്കിംഗ്, അതിന്റെ കൂടെ ഹാസും ഹാവും എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പൊ ഓർത്തിരിക്കുക, ഈ ഹാസ് എന്ന് പറഞ്ഞ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, എസിൽ അവസാനിക്കുന്ന എല്ലാ പ്രൈമറി ഓക്സിലറി വെർബുകളും സിംഗുലർ ആയിരിക്കും. അപ്പൊ ഇതിനകത്ത് ഏതാണ് സിംഗുലർ? ഏതാണ് സിംഗുലർ? സിംഗുലർ എന്ന് പറയുന്നത് ഏതാണ്? ഹാസ് ആണ്, അല്ലേ? ഏതാണ് പ്ലൂറൽ? പ്ലൂറൽ എന്ന് പറയുന്നത് ഹാവ് ആണ്. സംശയമില്ലല്ലോ. അപ്പൊ സിംഗുലർ ഹാസ്, പ്ലൂറൽ ഹാവ്. ഓക്കെ, ഇനി ഇതിനകത്ത് പ്രത്യേകം ഓർത്തിരിക്കേണ്ടത് ഐ സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ ഇതിനകത്ത് അപ്പൊ ഏത് ഓക്സിലറി വെർബ് എടുത്താലും ഐയുടെ കൂടെ ഉപയോഗിക്കുന്ന ഓക്സിലറി വെർബ് ഏതാണെന്നുള്ള പ്രത്യേകം മനസ്സിലാക്കിയിരിക്കണം. ആമീസാർ വരുമ്പോൾ ഐയുടെ കൂടെ ഉപയോഗിക്കുന്ന ആമാണ്. വാസ് വെയർ വരുമ്പോൾ ഐയുടെ കൂടെ ഉപയോഗിക്കുന്ന വാസ് ആണ്. ഇനി ഹാസ് ഹാവ് വരുമ്പോൾ ഐയുടെ കൂടെ ഉപയോഗിക്കുന്നത് എന്തായിരിക്കും? ഹാവ് ആയിരിക്കും. ഇതാണ് ഞാൻ പറഞ്ഞത്, ഐക്ക് ഒരു പ്രത്യേക സ്ഥാനമുണ്ട് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ അത് എപ്പോഴും നിങ്ങൾ ഓർത്തിരിക്കുക, ഐ ഹാവ് എന്നായിരിക്കും. ഇപ്പൊ എപ്പോഴും ഓക്സിലറി വെർബിന്റെ ആ ഒരു സെറ്റ് പഠിക്കുമ്പോൾ ഐയുടെ കൂടെ ഉപയോഗിക്കുന്ന സെറ്റ് ഏതാണെന്നുള്ളത്, ഐയുടെ കൂടെ ഉപയോഗിക്കുന്ന ഓക്സിലറി വെർബ് ഏതാണെന്നുള്ളത് മനസ്സിലാക്കിയിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കാര്യങ്ങൾ മുമ്പോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് കഴിയും. ഓക്കെ, അപ്പൊ എങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്? സിംഗുലർ ഹാസും പ്ലൂറൽ ഹാവും ആണ്, ഐയുടെ കൂടെ ഹാവ് ഉപയോഗിക്കുക. അപ്പൊ അതേപോലെ തന്നെ ആമിസർ പറയുമ്പോഴും ഓർത്തിരിക്കുക, എന്താണ് അതിനകത്ത്? സിംഗുലർ ഈസ്, പ്ലൂറൽ ആറ്, ഐയുടെ കൂടെ ആം. വാസ് വെയർ പഠിക്കുമ്പോഴും എന്താണ്? വാസ് സിംഗുലർ, വെയർ പ്ലൂറൽ, ഐയുടെ കൂടെ വാസ്, അല്ലേ? ഹാസ് ഹാവ് പഠിക്കുമ്പോഴും ഹാസ് സിംഗുലർ, ഹാവ് പ്ലൂറൽ, ഐയുടെ കൂടെ ഹാവ്. ഓർത്തിരിക്കുക, വളരെ സിമ്പിൾ ആണ്. ഇതാണ് ഇതിനകത്ത് ബേസിക് ആയിട്ടുള്ള കാര്യം. ഓക്കെ, ഇനി നമ്മള് ഹാസ് ഹാവ് സാധാരണയായിട്ട് എവേക്കിംഗ് എന്ന് പറയുന്ന പ്രസന്റ് പാർട്ടിസിപ്പിളിന്റെ കൂടെ യൂസ് ചെയ്യുമ്പോൾ നേരിട്ടല്ല യൂസ് ചെയ്യുന്നത്, അതിന്റെ കൂടെ ബീൻ എന്ന് പറയുന്ന ഒരു ഫോമോട് ഉപയോഗിക്കാറുണ്ട്. അപ്പം അത് നമ്മൾ അടുത്ത ഇനിയും പഠിക്കാൻ പോകുന്ന സെന്റൻസ് മീനിങ് ആയിട്ട് സെന്റൻസ് എഴുതുന്ന ആ ക്ലാസ്സിലാണ് ഈ കാര്യങ്ങളൊക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെ എഴുതുന്നത്. ഇപ്പൊ നിങ്ങൾ ഈ റൂള് മാത്രം ഒന്ന് ഓർത്തിരിക്കുക. സെന്റൻസ് എഴുതുമ്പോൾ നിങ്ങൾ ഹാസിന്റെ ഹാവിന്റെ കൂടെ ബീൻ ചേർത്തായിരിക്കണം ING ഫോമിന്റെ കൂടെ ഉപയോഗിക്കേണ്ടത്. അത്ര മാത്രം ആ റൂള് മാത്രം ഒന്ന് പഠിച്ചിരിക്കുക. ഓക്കെ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ സബ്ജക്റ്റും എങ്ങനെ എഴുതും എന്നുള്ളത് നോക്കാം. നേരത്തെ പറഞ്ഞ രീതി തന്നെ മദർ എന്നുള്ള സബ്ജക്റ്റ് ആയിട്ട് എടുക്കാം, അല്ലേ? അമ്മ സിംഗുലർ ആണ്, അല്ലേ? ഏതോ ഉപയോഗിക്കേണ്ടത്? സിംഗുലർ ആണെങ്കിൽ ഹാസ്, അല്ലേ? അപ്പൊ എങ്ങനെ എഴുതും നമ്മൾ? സെന്റൻസ് എങ്ങനെ എഴുതും? മദർ, അല്ലേ? ഹാസ്. നേരത്തെ പറഞ്ഞല്ലോ, ബേസ് ഫോം പ്രസന്റ് പാർട്ടിസിപ്പിൾ യൂസ് ചെയ്യുമ്പോൾ ഹാസ് കഴിഞ്ഞിട്ട് അതിന്റെ കൂടെ ഏത് ഫോമോട് ഉപയോഗിക്കണം? ബീൻ എന്നുള്ള ഫോമോട് ഉപയോഗിക്കണം. ഹാസ് ബീൻ അവേക്കിംഗ്, ഹാസ് ബീൻ അവേക്കിംഗ്. ഇത് ടെൻസിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഫോമിലുള്ള സെന്റൻസിന്റെ ഫോർമാറ്റ് ആണ് ഈ നമ്മൾ എഴുതിയിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ അതിനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കേണ്ടത്, നിങ്ങൾ ഇത്രയും മാത്രം ഓർത്തിരുന്നാൽ മതി. പ്രസന്റ് പാർട്ടിസിപ്പിൾ, അതിന്റെ കൂടെ 3 സെറ്റ് ഓക്സിലറി വെർബുകൾ യൂസ് ചെയ്യും. ആമിസാർ, വാസും വെയർ, ഹാസ് ഹാവ്. അപ്പൊ അതിനകത്ത് ആമിസാർ അവേക്കിംഗ് എന്ന് ഉപയോഗിക്കും, വാസ് വെയർ അവേക്കിംഗ് എന്ന് ഉപയോഗിക്കും, ഹാസ് ഹാവ് ബീൻ അവേക്കിംഗ് അങ്ങനെ ആയിരിക്കും ഉപയോഗിക്കുന്നത്. അത് പ്രത്യേകം ഓർത്തിരിക്കുക. ഓക്കെ, ഇനി അടുത്തത് അപ്പൊ എങ്ങനെ എഴുതി? മദർ ഹാസ് ബീൻ അവേക്കിംഗ് എന്ന് എഴുതി. അപ്പൊ
നമ്മളിപ്പോ ഈ എവേക്ക് എന്ന് പറയുന്ന വെർബിന്റെ മാത്രമല്ല ഓരോ വെർബിന്റെ ഇത്രയും സെന്റൻസുകൾ അങ്ങോട്ട് എഴുതി പോവുക. അപ്പൊ നമ്മൾ ഈ ഒരു സെറ്റ് റൂൾ അങ്ങോട്ട് പഠിച്ചു കഴിയുമ്പോഴത്തേക്കും നമ്മൾ പരമാവധി ടെൻസിന്റെ പല ക്ലാസിഫിക്കേഷനോട് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അതെന്താണെന്നുള്ളത് കൂടി അറിഞ്ഞാൽ മതി. ഓക്കെ ആണല്ലോ. അപ്പൊ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? മദർ ഹാസ് ബീൻ എവേക്കിംഗ്. രണ്ടാമത്തെ ഫോർ സബ്ജക്റ്റ് ആയിട്ട് നമുക്ക് ഗേൾസ് തന്നെ ഉപയോഗിക്കാം. അല്ലെ ഗേൾസിന് മാത്രം പ്രാധാന്യം, ഒരു ഇക്വാലിറ്റി വരുന്നില്ലല്ലോ അല്ലെ? സമത്വം വേണ്ട എല്ലാവരും അല്ലെ? സ്ത്രീ സമത്വം വേണം, പുരുഷ സമത്വം വേണം അല്ലെ? അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗേൾസിന് പകരം എന്ത് ഉപയോഗിക്കാം? ബോയ്സ് എന്ന് ഉപയോഗിക്കാം. പ്ലൂറൽ ബോയ്, ബോയ്സ് പ്ലൂറൽ ഫോം അല്ലേ? അല്ലേ പോട്ടെ. ബോയ്സ് എന്നുള്ള കൊണ്ട് മാറ്റിയിട്ട് നമ്മൾ സാധാരണ പ്രത്യേക ഫോമുകൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഏതായിരുന്നു? ചിൽഡ്രൻ, CHILDREN, ചിൽഡ്രൻ. സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? ഓർമ്മയുണ്ടോ പഠിച്ചതൊക്കെ? നൗൺ പഠിച്ചപ്പോൾ പഠിച്ചതാണ് അല്ലേ? ഇത് സിംഗുലർ ആണോ? ചിൽഡ്രൻ എന്ന് പറയുന്നത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? സാധാരണ എങ്ങനെയാണ്? ചിൽഡ്രൻ, ചിൽഡ്രൻസ്, അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ളത് അല്ലേ? തെറ്റാണ്. എങ്ങനെയാണ്? ചൈൽഡ്, ചിൽഡ്രൻ അല്ലേ? ചൈൽഡ് എന്ന് പറയുന്നത് സിംഗുലറും അതിന്റെ പ്ലൂറൽ ഫോം ഏതാണ്? ചിൽഡ്രൻ എന്നുള്ളതാണ്. ഓർത്തിരിക്കുക, പഠിപ്പിച്ച കാര്യമാണ്. നമ്മൾ ലൈവ് ക്ലാസ്സിലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് രണ്ടടി കിട്ടേണ്ട വകുപ്പാണ് ഇപ്പോൾ ഈ മാറിപ്പോയിരിക്കുന്നത്. ദൗർഭാഗ്യവശാൽ ഇത് ഓൺലൈൻ ക്ലാസ് ആയി പോയി. അല്ലെന്നുണ്ടെങ്കിൽ ഓരോ കൊട്ടു വീതം ആ മുൻനിരയിലിരിക്കുന്ന നമ്മുടെ സ്ഥിരം മാൻ ഓഫ് ദി മാച്ചും മാൻ ഓഫ് ദി സീരീസും ഒക്കെ ഉണ്ടായിരുന്നല്ലോ അല്ലേ? അതിന് അവര് ഏറ്റുവാങ്ങേണ്ട അവാർഡുകളായിരുന്നു ഇപ്പോൾ ഇതൊക്കെ. ആ അവാർഡുകൾ തരാൻ കഴിയുന്നില്ല എന്നുള്ള വലിയൊരു മാനസിക വിഷമവും ഒരു ഇതൊക്കെ എനിക്കും ശരിക്കും ഫീൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങോട്ട് നോക്കുക. അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്? ചിൽഡ്രൻ അല്ലേ? ആ ചിൽഡ്രന്റെ കൂടെ സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? ഇപ്പൊ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ചൈൽഡ് ആണ് ഇതിന്റെ സിംഗുലർ, ചിൽഡ്രൻ എന്ന് പറയുന്നത് പ്ലൂറൽ ആണ്. ഓക്കെ, അപ്പൊ ചിൽഡ്രൻ എന്ന് പറയുന്നത് പ്ലൂറൽ ആണ്. നമ്മൾ എന്തെഴുതി? ചിൽഡ്രൻ ഹാവ് എന്ന് എഴുതി. ഇനി അതിന്റെ കൂടെ എന്ത് ചേർക്കണം? ബീൻ ചേർക്കണം. ഹാവ് ബീൻ എവേക്കിംഗ് എന്ന് വരും. ഓക്കെ, അപ്പൊ മദർ ഹാസ് ബീൻ എവേക്കിംഗ്, ചിൽഡ്രൻ ഹാവ് ബീൻ എവേക്കിംഗ് എന്ന് വരും. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ പ്രൊനൗൺ അനുസരിച്ച് എങ്ങനെ ഈ സെന്റൻസുകൾ എഴുതാമെന്നുള്ളത് നോക്കാം. ഞാൻ ഇപ്പുറത്തെ സൈഡിലോട്ട് അങ്ങ് എഴുതുക. കാരണം താപ്പോട്ട് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ക്യാമറയുടെ ഫ്രെയിമിന് താഴോട്ട് പോകും എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ആൻസർ എഴുതുമ്പോൾ നിങ്ങൾ ഇതിപ്പോ നോട്ട്സ് എഴുതുന്ന മെത്തേഡിൽ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. നോട്ട്സ് എങ്ങനെ എഴുതണമെന്നുള്ളത്. അപ്പം ഈ രീതി തന്നെ എഴുതണം. പക്ഷെ ഇനി എഴുതുന്ന സെന്റൻസുകൾ പേജിന്റെ സെന്ററിന്റെ അപ്പുറത്തെ നിൽക്കാൻ പാടുള്ളൂ. ഓക്കെ, അപ്പം സബ്ജക്ട് ഏതാണ്? ഐ. പ്രൊനൗൺ ഐ. ഐ എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, സ്പെഷ്യൽ സ്റ്റേറ്റസ് ഉള്ളൊരു സബ്ജക്റ്റ് ആണ് ഐ എന്ന് പറയുന്നത്. ഐയുടെ കൂടെ ഹാസ് ഉപയോഗിക്കുക. ഐയുടെ കൂടെ ഏതാ ഉപയോഗിക്കുന്നത്? ഐയുടെ കൂടെ ഹാവ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. മറന്നു പോകരുത്, ഐയുടെ കൂടെ നമ്മൾ ഹാവ് യൂസ് ചെയ്യുന്നു അല്ലേ? ഐ ഹാവ്. പിന്നെ സെന്റൻസ് എഴുതുമ്പോൾ ബാക്കി വരേണ്ട ഫോം ഏതാണ്? ഐ ഹാവ് ബീൻ. ഐ ഹാവ് ബീൻ. അടുത്ത ഫോം ഏതാണ്? വെർബിന്റെ പ്രസന്റ് പാർട്ടിസിപ്പിൾ ഫോം എങ്ങനെ എഴുതും? ഐ ഹാവ് ബീൻ എവേക്കിംഗ് എന്ന് എഴുതും. ഓക്കെ, സംശയമില്ലല്ലോ. ഇനി അടുത്ത് നോക്കിയേ, സബ്ജക്ട് ഏതാണ്? വി. എങ്ങനെ എഴുതാം? വിയുടെ കൂടെ വി പ്ലൂറൽ ആണ്. ഏതെഴുതും? ഹാവ് എഴുതും അല്ലേ? വി ഹാവ് ബീൻ. വി ഹാവ് ബീൻ എവേക്കിംഗ്. ഓക്കെ അല്ലേ? വി ഹാവ് ബീൻ എവേക്കിംഗ്. ഇനി അടുത്തത് ഏതാണ് സബ്ജക്ട്? യു അല്ലേ? യു സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? പ്ലൂറൽ ആണ്. ഏത് ഉപയോഗിക്കും? യു ഹാവ് അല്ലേ? യു ഹാവ് ബീൻ എവേക്കിംഗ്. യു ഹാവ് ബീൻ എവേക്കിംഗ്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ഏതാണ് സബ്ജക്ട്? ഐ ആണ്. സോറി, ഹി ആണ്. ഏതാണ്? ഹി ആണ് സബ്ജക്ട്. എങ്ങനെ എഴുതും? സിംഗുലർ. അതിൻ്റെ കൂടെ ഏത് ഉപയോഗിക്കണം? ഹാസ് ഉപയോഗിക്കണം അല്ലേ? ഹി ഹാസ് ബീൻ എവേക്കിംഗ് എന്ന് എഴുതും. ഹി ഹാസ് ബീൻ എവേക്കിംഗ് അല്ലേ? അടുത്തത് ഷീ. എങ്ങനെ എഴുതും? ഷീ ഹാസ് ബീൻ എവേക്കിംഗ്. ഷീ ഹാസ് ബീൻ എവേക്കിംഗ് അല്ലേ? അടുത്തത് ഹി, ഷീ, they. എങ്ങനെ എഴുതും? they have been awaking. they have been awaking അല്ലേ? അടുത്തത് it. it has been awaking അല്ലേ? അപ്പൊ ഓർത്തിരിക്കുക, ഹാസ് ഹാവും ചേർക്കുമ്പോൾ സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ ഹാസ് എന്ന് ഉപയോഗിക്കണം. സബ്ജക്ട് പ്ലൂറൽ ആണെന്നുണ്ടെങ്കിൽ ഹാവ് എന്ന് ഉപയോഗിക്കണം അല്ലേ? ഐ ആണെന്നുണ്ടെങ്കിൽ ഹാവ് എന്ന് ഉപയോഗിക്കണം. ഇത്രയാണ് ബേസ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഏത് ഉപയോഗിക്കുമ്പോൾ? ഹാസ് ഹാവും
പ്രസന്റ് പാർട്ടിസിപ്പിളിന്റെ കൂടെ ഉപയോഗിക്കുമ്പോൾ ഓർത്തിരിക്കേണ്ട കാര്യം എന്നുള്ളത്. ഓക്കെ ആണല്ലോ, സംശയമൊന്നുമില്ലല്ലോ. അപ്പൊ അടുത്തത്, അപ്പൊ നമ്മള് എവേക്ക് എന്ന് പറയുന്ന വെർബിന്റെ 2 ഫോമുകൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ബേസ് ഫോം ഒരു സെന്റൻസിൽ എങ്ങനെ എഴുതാം, പ്രസന്റ് പാർട്ടിസിപ്പിൾ എങ്ങനെ എഴുതാം അല്ലെ. ബേസ് ഫോം എഴുതുമ്പോൾ ബേസ് ഫോമിനകത്ത് സിംഗുലർ പ്ലൂറൽ ഫോമുകളുണ്ട്, എവേക്കും എവേക്സും. എന്നാൽ പ്രസന്റ് പാർട്ടിസിപ്പിൾ എഴുതുമ്പോൾ സിംഗുലർ പ്ലൂറൽ ഫോമുകളില്ല. പകരം എന്താണുള്ളത്, പകരം എന്താണ്, ഓക്സിലറി വെർബുകളുണ്ട്. എത്ര ഓക്സിലറി വെർബുകളുണ്ട്? 3 സെറ്റ് ഓക്സിലറി വെർബുകളുണ്ട്. 3 സെറ്റ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? ആമി സാറും, രണ്ടാമത്തെ സെറ്റ് വാസും വേറും, മൂന്നാമത്തെ സെറ്റ് ഹാസും ഹാവും അല്ലെ. അപ്പൊ ഇനിയും ആമി സാർ ഉപയോഗിക്കുമ്പോൾ ഓർത്തിരിക്കേണ്ട കാര്യം, ഐ സബ്ജക്റ്റ് ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ എന്തുപയോഗിക്കും? ഐ സബ്ജക്റ്റ് ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ആം ഉപയോഗിക്കും. ഇനിയും സിംഗുലർ സബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഈസ് ഉപയോഗിക്കും. പ്ലൂറൽ സബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ആർ ഉപയോഗിക്കും അല്ലെ. ഇനി വാസ് ഉപയോഗിക്കുമ്പോൾ ഐയുടെ കൂടെ വാസ് ഉപയോഗിക്കും. പിന്നെ സിംഗുലർ സബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഈസ് ഉപയോഗിക്കും. പ്ലൂറൽ സബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ആർ ഉപയോഗിക്കും. വാസ് വേർ ഉപയോഗിക്കുമ്പോൾ ഐയുടെ കൂടെ വാസ് ഉപയോഗിക്കും. സിംഗുലർ സബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ വാസ് ഉപയോഗിക്കും. പ്ലൂറൽ സബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ വേർ ഉപയോഗിക്കും അല്ലെ. അടുത്ത് ഹാസ് ഹാവും എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ING ഫോം ഓഫ് ദ വെർബിന്റെ കൂടെ യൂസ് ചെയ്യുമ്പോൾ ഹാസ് ഹാവിന്റെ കൂടെ ബീൻ എന്നുള്ള ഫോം കൂടി ഉപയോഗിക്കണം. കാരണം അത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിനെ കാണിക്കുന്നതാണ്. അതുകൊണ്ടാണ് ബീൻ ചേർക്കണ്ടേ എന്ന് പറയുന്നത് അല്ലെ. ബീൻ ചേർക്കാതെ നമുക്ക് ING ഫോം ചേർത്ത് എഴുതാൻ ഒക്കത്തില്ല. ഓക്കെ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഐ ആവുമ്പോൾ സബ്ജക്റ്റിന്റെ കൂടെ ഹാവ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. ഐ ഹാവ് ബീൻ എന്നാണ് ഉപയോഗിക്കേണ്ടത്. പിന്നെ എന്താണ് പറഞ്ഞിരിക്കുന്നത്, സബ്ജക്റ്റ് സിംഗുലർ ആണെന്നുണ്ടെങ്കിൽ എന്താണ്, ഹാസ് ബീൻ എന്നാണ് ഉപയോഗിക്കേണ്ടത്. സബ്ജക്റ്റ് പ്ലൂറൽ ആണ് എന്നുണ്ടെങ്കിൽ ഹാവ് ബീൻ എന്നാണ് ഉപയോഗിക്കേണ്ടത്. ഇത്രയാണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യം അതിനകത്ത് നിന്ന്. അപ്പോൾ പ്രസന്റ് പാർട്ടിസിപ്പിൾ ചേർത്ത് ഒരു സെന്റൻസ് എഴുതുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി നമ്മൾ പോകുന്നത് പാസ്റ്റ് ടെൻസിലേക്കാണ്. വെർബിന്റെ ഫോം ഏതാണ്? പാസ്റ്റ് ടെൻസ് അല്ലെ. ഏതാണ് പാസ്റ്റ് ടെൻസ്? എവോക്ക് ആണ് പാസ്റ്റ് ടെൻസ് അല്ലെ. നേരത്തെ പറഞ്ഞു, എവോക്ക് എന്ന് പറയുന്ന വെർബിന്റെ ഏറ്റവും വലിയ പ്രത്യേകത വളരെ സിമ്പിൾ ആണ് സാധനം. കാരണം അതിനകത്ത് സിംഗുലർ പ്ലൂറൽ ഫോം ഇല്ല. അപ്പൊ ഇങ്ങനെ എല്ലാ വെർബുകളും ഇങ്ങനെ ആയിരുന്നെങ്കിൽ നമുക്ക് ഗ്രാമർ വളരെ ഈസി ആയിരുന്നേനെ. ഗ്രാമറിനകത്ത് നമുക്ക് കൺഫ്യൂഷൻ ഇല്ലായിരുന്നു അല്ലെ. സെന്റൻസ് എഴുതുന്നതിനകത്ത് കൺഫ്യൂഷൻ ഇല്ലായിരുന്നു. ഇവിടെ അങ്ങനെയുള്ള ഒറ്റ വെർബേ ഉള്ളൂ, വെർബിന്റെ ഫോമേ ഉള്ളൂ. ഏതാണ്? പാസ്റ്റ് ടെൻസ് ഫോം എന്ന് പറയുന്നത്. എവോക്ക് ഏത് സബ്ജക്റ്റിന്റെയും കൂടെ ഉപയോഗിക്കാം. സിംഗുലർ ആണെങ്കിൽ പ്ലൂറൽ, നോ സിംഗുലർ ഫോം, നോ പ്ലൂറൽ ഫോം. അപ്പം ഇവിടോട്ടൊന്ന് മനസ്സിലാക്കാനായിട്ട് എഴുതിയേക്ക റൈറ്റ് സൈഡിലോട്ട്, നോ സിംഗുലർ ഫോം, നോ സിംഗുലർ ഫോം, നോ പ്ലൂറൽ ഫോം. എന്താ? നോ സിംഗുലർ ഫോം, നോ പ്ലൂറൽ ഫോം. ഇതാണ് എന്തിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത്? എവോക്ക് എന്ന് പറയുന്ന വെർബ് എഴുതുമ്പോൾ. അപ്പോൾ സെന്റൻസ് എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ, നിങ്ങൾക്ക് കൊണ്ട് എഴുതാൻ. ഞാൻ സബ്ജക്റ്റുകൾ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാനുള്ളതല്ല ഉള്ളൂ. അപ്പോൾ നേരത്തെ പോലെ പിന്നെ നമ്മളൊരു സബ്ജക്റ്റ് നോക്കുന്ന ഏതാണ്? ചൈൽഡ്, CHILD, ചൈൽഡ്. സിംഗുലർ പ്ലൂറൽ എന്നുള്ളത് എവോക്കിനകത്ത് നോക്കണ്ട. പാസ്റ്റ് എഴുതുന്നുണ്ടെങ്കിൽ നോക്കണ്ട, എന്തെഴുതിയാൽ മതി, നേരെ ചൈൽഡ് എവോക്ക് എന്ന് എഴുതിയാൽ മതി അല്ലേ. ഇനിയും അടുത്തത് എന്താണ്? ചിൽഡ്രൻ, CHILDREN, ചിൽഡ്രൻ. എങ്ങനെ എഴുതിയാൽ മതി? എവോക്ക് എന്ന് എഴുതിയാൽ മതി അല്ലേ. ഇനിയും പ്രൊനൗൺ നോക്കാം. ഐയുടെ കൂടെയും എങ്ങനെ എഴുതിയാൽ മതി? എവോക്ക് എന്ന് എഴുതിയാൽ മതി അല്ലയോ. അടുത്ത ഏതാണ്? വിയുടെ കൂടെ എവോക്ക് എന്ന് എഴുതിയാൽ മതി. അടുത്ത ഏതാണ്? യുവിന്റെ കൂടെ എവോക്ക് എന്ന് എഴുതിയാൽ മതി അല്ലയോ. അടുത്തത് ഹി അല്ലയോ. ഹീയുടെ കൂടെ ഹീയുടെ കൂടെ എവോക്ക് എന്ന് എഴുതാം. അടുത്ത ഷീയുടെ കൂടെ എവോക്ക് എന്ന് എഴുതാം അല്ലയോ. അടുത്ത ദയുടെ കൂടെ എവോക്ക് എന്ന് എഴുതാം അല്ലയോ. അടുത്ത ഇറ്റിന് കൂടെ എവോക്ക് എന്ന് എഴുതാം. അപ്പൊ വളരെ സിമ്പിൾ ആണല്ലോ. അതിനകത്ത് ഇനി കൂടുതലൊന്നും ആലോചിക്കേണ്ട കാര്യമില്ലല്ലോ, ടെൻഷനും ഇല്ലല്ലോ. അപ്പൊ 3 വെർബുകളുടെ ഫോമുകൾ നമ്മൾ എങ്ങനെ സെന്റൻസ് എഴുതാമെന്നുള്ള പഠിച്ചു കഴിഞ്ഞു. ബേസ് ഫോം എഴുതി, പ്രസന്റ് പാർട്ടിസിപ്പിൾ എഴുതി, പിന്നീട് പാസ്റ്റ് ടെൻസ് എഴുതി. അപ്പം എത്രയും പെട്ടെന്ന് തന്നെ ഈ നോട്ട്സോട് നിങ്ങൾ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യണം. ഇത് വളരെ സിമ്പിൾ ആണ്, ഒന്നുമില്ല ഇതിനകത്ത് എഴുതാനായിട്ട്. ഇപ്പൊ നിങ്ങൾക്ക് എഴുതാനുള്ള സമയം കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഞാൻ എഴുതിയപ്പോൾ അതിന്റെ കൂട്ടത്തിൽ തന്നെ എഴുതാനുള്ള സമയം കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പം ക്ലിയർ ചെയ്യാണ് ബോർഡ്. അപ്പൊ നമുക്ക് അടുത്ത വെർബിന്റെ ഫോമിലേക്ക് പോവാം. സമയം അധികം വേസ്റ്റ് ആക്കേണ്ട കാര്യമില്ല, വളരെ സിമ്പിൾ ആണ് കാര്യങ്ങൾ.
കറക്റ്റ് ക്ലാസ്സിനനുസരിച്ച് നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ, പിന്നാലെ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ കഴിയുന്ന കാര്യം തന്നെയാണ്, അല്ലയോ? ഒരു ടെൻഷനും ഇല്ലാതെ, ഒരു കൺഫ്യൂഷനും ഇല്ലാതെ എഴുതാൻ കഴിയുന്ന കാര്യമാണ്. കൺഫ്യൂഷൻ വരുത്തുന്ന, സാധാരണയായിട്ട് ക്ലാസ്സിൽ കൺഫ്യൂഷൻ വരുത്തുന്ന കുറെ ടീമുകളുണ്ട്. അതിന്റെയൊക്കെ രണ്ട് ചെവിക്ക് ഇങ്ങനെ പിടിച്ച് കറക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. പക്ഷേ ഇപ്പം ദൗർഭാഗ്യവശാൽ അത് ചെയ്യാനായിട്ടുള്ള വെമ്പൽ പൂണ്ട് ഞാനിങ്ങനെ നിൽക്കുകയാണ്. പക്ഷെ എന്ത് ചെയ്യാൻ കഴിയുന്നില്ല, അരികിലേക്ക് വരാൻ കഴിയുന്നില്ല എന്നൊരു തോന്നലുണ്ട് നിങ്ങൾക്ക്. പക്ഷെ ഓർത്തിരിക്കുക, ചെവിക്ക് ഇങ്ങനെ ഞാൻ പിടിക്കുന്നുണ്ട്, ഇങ്ങനെ തുറക്കുന്നുണ്ട് എന്നുള്ളൊരു ചിന്ത മനസ്സിൽ ഉണ്ടായിരിക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ ഇങ്ങോട്ട് ചിന്തിക്കുക. അപ്പൊ പറയാം, അപ്പൊ അടുത്ത എന്താണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം? എന്താണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം എന്ന് പറയുമ്പോൾ എങ്ങനെ എഴുതാം? എവോക്കൺ അല്ലെ? എവേക്ക്, എവേക്കിംഗ്, എവോക്ക്, എവോക്കൺ. ഇതാണല്ലോ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. അപ്പോൾ നമ്മൾ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കിയാണ് എഴുതുന്നത്. ഇതിന്റെ കൂടെ ഒരു സെറ്റ് ഓക്സിലറി വെർബാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഏതാണ്? ഹാസും ഹാവും. ഏതൊക്കെയാണ്? ഹാസും ഹാവും അല്ലെ? നേരത്തെ പഠിച്ചതാണ്. ഹാസ് ഹാവ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്? ഹാസ് സിംഗുലർ, പ്ലൂറൽ, ഹാവ് പ്ലൂറൽ. ഒന്നോടെ വേണമെങ്കിൽ എഴുതിയിരിക്കാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഐ സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ എന്ത് ഉപയോഗിക്കണം? ഹാവ് ആയിരിക്കണം ഉപയോഗിക്കേണ്ടത് അല്ലെ? സിംഗുലർ ആണെങ്കിൽ ഹാസ്, പ്ലൂറൽ ആണെങ്കിൽ ഹാവ്. ഇതാണ് റൂള്, ഓർത്തിരിക്കുക, മറക്കാതിരിക്കുക. ഓക്കെ, ഇനിയും ഇത് സെന്റൻസ് നമ്മൾ എഴുതുമ്പോൾ ഓർത്തിരിക്കേണ്ട വേറെ ഇനിയും പ്രത്യേകിച്ച് ഇതിനകത്ത് വേറെ ഫോമുകളൊന്നും യൂസ് ചെയ്തില്ല. മെയിൻ വെർബും സബ്ജക്റ്റും പിന്നെ ഓക്സിലറി വെർബും മെയിൻ വെർബുമായിട്ട് ഉപയോഗിച്ചാൽ മതി അല്ലെ? അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓരോ സബ്ജക്റ്റുകൾ നമ്മൾ എടുത്ത് നോക്കാം. ഏതൊക്കെയാണ്? മാൻ അല്ലെ? ഒരു ആദ്യത്തെ സബ്ജക്റ്റ്. ഓരോ സബ്ജക്റ്റുകളായിട്ട് നമുക്ക് എടുത്ത് നോക്കാം. ഏതാണ്? മാൻ. ഏതാണ് സബ്ജക്റ്റ്? മാൻ ഉള്ളതാണ് സബ്ജക്റ്റ് അല്ലെ? അപ്പം മാൻ സബ്ജക്റ്റ് ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? മാൻ സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? മാൻ. മാൻ സിംഗുലർ ആണ്, അതിന്റെ പ്ലൂറൽ ഏതാണ്? മെൻ അല്ലെ? അതുപോലെ തന്നെ വിമൺ സിംഗുലർ ആണ്, അതിന്റെ പ്ലൂറൽ ഏതാണ്? വിമൺ അല്ലെ? ഓക്കെ, എൽ അവസാനിക്കുന്നത് സിംഗുലറും എൽ അവസാനിക്കുന്ന പ്ലൂറൽ, അത് ഓർത്തിരുന്നാൽ മതി. അത് വിമന്റെ കേസ് ആണെങ്കിലും മാന്റെ കേസിലാണെങ്കിലും അല്ലെ? അപ്പൊ എങ്ങനെ എഴുതും? സിംഗുലർ ആണെങ്കിൽ ഹാസ് അല്ലെ? മാൻ ഹാസ്. അടുത്ത ഫോം ഏതാണ്? എവോക്കൺ. ടെൻസ് അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ ഇതിനെ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയും കേട്ടോ. മുമ്പേ എഴുതിയത്, ഇതിന് മുമ്പ് എഴുതിയത് പാസ്റ്റ് ടെൻസ് അല്ലേ? അതിന് മുമ്പ് എഴുതിയത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, അതിന് മുമ്പ് എഴുതിയത് സിമ്പിൾ പ്രസന്റ്. ഇങ്ങനെയാണ് ടെൻസിന്റെ ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് നമ്മൾ അറിയേണ്ടത്. ഇപ്പൊ അതിനെ കുറിച്ചൊന്നും ചിന്തിക്കേണ്ടത്, ഇപ്പൊ ഇത് മാത്രം ആലോചിച്ചാൽ മതി. എന്താണ്? മാൻ ഹാസ് എവോക്കൺ. അടുത്തത് അതിന്റെ പ്ലൂറൽ ഫോം വെച്ച് നോക്കാം. മെൻ ഹാസ് എഴുതുമോ ഹാവ് എഴുതുമോ? പ്ലൂറൽ ആണ് അല്ലെ? ഏതെഴുതും? ഹാവ് എവോക്കൺ. മെൻ ഹാവ് എവോക്കൺ എന്നുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഓരോ പ്രൊനൗണിന്റെയും കൂടെ നോക്കാം. ആദ്യത്തെ ഫസ്റ്റ് പേഴ്സൺ ഏതാണ്? ഐ. ഐയുടെ കൂടെ ഹാസും ഹാവും അല്ലയോ? ഏതാ ഉപയോഗിക്കണ്ടേ? ഹാവ്. ഐ ഹാവ് എവോക്കൺ അല്ലേ? അടുത്തത് വി. വിയുടെ കൂടെ ഹാവ്. വി ഹാവ് എവോക്കൺ. അടുത്തത് യു. യു ഹാവ് എവോക്കൺ അല്ലേ? അടുത്തത് ഹി. ഹി ഹാസ് എവോക്കൺ. ഓക്കെ അല്ലേ? അടുത്തത് ഷീ. ഷീ ഹാസ് എവോക്കൺ. ഓക്കെ, അടുത്തത് they. എങ്ങനെ എഴുതും? they have എവോക്കൺ അല്ലയോ? അടുത്തത് ഇറ്റ്. ഇറ്റ് ഹാസ് എവോക്കൺ. കംപ്ലീറ്റ് സെന്റൻസ് ആയി. അപ്പൊ എന്തൊക്കെയാണ്? ഹാസ് ഹാവ് ചേർത്ത് എവോക്കൺ എന്ന് പറയുന്ന വെർബിന്റെ സിംഗുലർ പ്ലൂറൽ നിർണ്ണയിച്ച് സെന്റൻസുകൾ എഴുതാം അല്ലെ? അപ്പോൾ എങ്ങനെ എഴുതുന്നത്? സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ ഹാസും, പ്ലൂറൽ ആണെങ്കിൽ ഹാവും, ഐ ആണെങ്കിൽ ഹാവും. ഇങ്ങനെയാണ് അതിന്റെ റൂള്, ഓർത്തിരിക്കുക. അപ്പം സെന്റൻസ് എഴുതുകയാണെന്നുണ്ടെങ്കിൽ മാൻ ഹാസ് എവോക്കൺ എന്ന് എഴുതും. അടുത്ത അതിന്റെ പ്ലൂറൽ ഫോം ആണെങ്കിൽ മാൻ ഹാസ് എവോക്കൺ എന്ന് എഴുതും. അതിന്റെ പ്ലൂറൽ ഫോം ആണെന്നുണ്ടെങ്കിൽ മെൻ ഹാവ് എവോക്കൺ എന്ന് എഴുതും അല്ലെ? ഇനിയും നമ്മൾ പറഞ്ഞ രീതിയിൽ എന്താണ്? പ്രൊനൗണുകളാണെങ്കിൽ ഐ ഹാവ് എവോക്കൺ എന്നും, വി ഹാവ് എവോക്കൺ എന്നും, യു ഹാവ് എവോക്കൺ എന്നും, പിന്നെ ഹി, ഷീ, ഇറ്റ് ഹാസ് എവോക്കൺ എന്നും, they ഹാവ് എവോക്കൺ എന്നും സെന്റൻസ് എഴുതണം. ഇത്രയേ ഉള്ളൂ.
ഈ നോട്ട്സോടെ നോട്ട്ബുക്കിനകത്തോട്ട് കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, എല്ലാവരും ഹാപ്പിയാണെന്ന് മനസ്സിലാക്കുന്നു. എഴുതുന്നതിനകത്ത് ആർക്കും ബുദ്ധിമുട്ടില്ല എന്ന് തോന്നുന്നു. ഇപ്പം തന്നെ ക്ലാസ് കംപ്ലീറ്റഡ് ആകുന്ന സമയത്ത് തന്നെ നോട്ട്സും കംപ്ലീറ്റഡ് ആയിരിക്കണം. മനസ്സിലായില്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ റെഗുലർ ക്ലാസ് തുടങ്ങുമ്പോൾ ഈ പോർഷൻ ഒന്നും റിവൈസ് ചെയ്യത്തില്ല. അതുകൊണ്ട് കൃത്യമായിട്ട് എന്താണ് ഓൺലൈൻ ക്ലാസ്സിൽ തരുന്ന നോട്ട്സും ക്ലാസ്സുകളും കൃത്യമായിട്ട് ഫോളോ ചെയ്തോണം. ഓക്കെ, അപ്പോൾ എന്താണ് പറയുന്നത്, അത് കഴിഞ്ഞ് നമ്മൾ അപ്പോൾ ആദ്യത്തെ വെർബ് എവേക്ക് എന്ന് പറയുന്ന വെർബിന്റെ ഡിഫറെന്റ് ഫോംസ് ഉപയോഗിച്ചുള്ള സെന്റൻസുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത നമ്മുടെ വെർബ് എന്ന് പറയുന്നത് വോക്കാണ്, അല്ലേ? അപ്പൊ ഇനി നിങ്ങൾക്ക് ഈ ഒരു അറിവ് വെച്ച് നിങ്ങൾക്ക് അത് സിമ്പിൾ ആയിട്ട് എഴുതാൻ ഒക്കുന്ന കാര്യമേ ഉള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾക്ക് അത് സിമ്പിൾ ആയിട്ട് എഴുതാൻ കഴിയും. ബാക്കിയുള്ള കംപ്ലീറ്റ് വെർബുകളും എഴുതാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. അതായത് നമ്മൾ ഓരോന്നിൻ്റെയും എന്താണ് 4 ഫോമുകൾ വീതം പഠിച്ചിട്ടുണ്ട്. വോക്കിന്റെ ഏതാണ്? വോക്ക്, വോക്കിങ്, വോക്ട്, വോക്ട്, അല്ലേ? അടുത്ത ഏതാണ്? അടുത്ത വെർബ് ഏതാണ്? ബ്രഷ്, ബ്രഷിന്റെ ബ്രഷ്, ബ്രഷിങ്, ബ്രഷ്ഡ്, ബ്രഷ്ഡ്, അല്ലേ? അടുത്ത ഏതാണ്? നെക്സ്റ്റ് വെർബ് ഏതാണ് പഠിച്ചത്? ടേക്ക് ബാത്ത്, അല്ലേ? ടേക്ക്, ടേക്കിങ്, ടുക്ക്, ടേക്കൺ, അല്ലേ? അടുത്ത ഏതായിരുന്നു വെർബ് പഠിച്ചത്? പിന്നെ റിമൂവ്, അല്ലേ? റിമൂവ്, റിമൂവിങ്, റിമൂവ്ഡ്, റിമൂവ്ഡ്. അടുത്ത ഏതായിരുന്നു? ചേഞ്ച്, ചേഞ്ച്ഡ്, ചേഞ്ച്ഡ്, അല്ലേ? അടുത്ത വെർബ് ഏതായിരുന്നു പഠിച്ചത്? പിന്നെ വെയർ, വെയറിങ്, വോറ്, വോണ്, അല്ലേ? അടുത്ത ഏതായിരുന്നു? പുട്ടോണ്, പുട്ടിങ് ഓണ്, പുട്ടോണ്, പുട്ടോണ്. അടുത്ത ഏതായിരുന്നു? ഹാവ് ഫുഡ്, ഹാവിങ് ഫുഡ്, അല്ലയോ? ഹാഡ് ഫുഡ്, ഹാഡ് ഫുഡ്, ഇങ്ങനെയായിരുന്നു, അല്ലയോ? അടുത്ത ഏതായിരുന്നു? ഈറ്റ്, ഈറ്റിങ്, എറ്റ്, ഈറ്റൺ. ഇങ്ങനെ എല്ലാ വെർബിന്റെയും 4 ഫോമുകൾ വീതം നമ്മൾ പഠിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ബുക്കിൽ അത് നോട്ടായിട്ട് ഉണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഇല്ല എന്നുണ്ടെങ്കിൽ വൈകിട്ട് ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക? ഗ്രൂപ്പിനകത്തോട്ട് ഇടുക. ഈ കാര്യം ഞാൻ പറഞ്ഞു തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ, എൻ്റെ വിശ്വാസം, എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ ഇത് ഞാൻ പറഞ്ഞ ഇത്രയും ഈ 10 വെർബിന്റെ 4 ഫോമുകൾ വീതം പഠിപ്പിച്ചിട്ടുണ്ട് എന്നാണ്. ഓക്കെ, അപ്പൊ ഇനിയും അടുത്ത വെർബ് വോക്കിന്റെ എന്താണ്? 3 സെറ്റ് ഓക്സിലറി വെർബുകൾ ചേർത്ത്, വോക്കിന്റെ 4 ഫോമുകൾ സെന്റൻസ് ആയിട്ട് എഴുതുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. ഒന്നാമത്തെ ബേസ് ഫോം ആണെന്നുണ്ടെങ്കിൽ വോക്കും വോക്സ് എന്ന് എഴുതും. ഇനി വോക്കിംഗ് എഴുതുമ്പോൾ അതിന്റെ കൂടെ ആമിസാറ്, വാസവേറ, ഹാസഹാവ്, അല്ലയോ? ഇനിയും എന്താണ്? വോക്ട് എഴുതുമ്പോൾ അത് പാസ്റ്റ് ടെൻസ് ആണ്, അതിന്റെ പ്രത്യേക ഫോമുകളില്ല, അല്ലയോ? ഇനിയും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആയിട്ടുള്ള വോക്ട് എഴുതുമ്പോൾ ഹാസ് ഹാവ് എഴുതണം, അല്ലേ? അപ്പോൾ ഹാസ് ഹാവ് എഴുതുമ്പോൾ ആമിസാറിന്റെ ING ഫോം ഉപയോഗിക്കുമ്പോൾ ഹാസ് ഹാവ് എഴുതുമ്പോൾ അതിന്റെ കൂടെ ബീനോടെ ചേർക്കുന്ന കാര്യം മറക്കരുത്. അപ്പൊ ഇങ്ങനെ എല്ലാ വെർബിന്റെയും കൂടെ സെന്റൻസുകൾ എഴുതാനുള്ളത് നിങ്ങൾ പഠിച്ചു വെക്കുക, എഴുതുക, നോട്ടിനകത്തോട്ട് എഴുതുക. ഇന്ന് വൈകിട്ട് ഗ്രൂപ്പിൽ നോട്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ ഈ കംപ്ലീറ്റ് 10 വെർബിന്റെയും എന്താണ് ഈ ടൈപ്പ് സെന്റൻസുകൾ എഴുതുന്നത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇനി നമ്മൾ ഇപ്പം പഠിച്ചു കഴിഞ്ഞാൽ ഈ പ്രൈമറി ഓക്സിലറി വെർബുകൾ ചേർത്ത് സബ്ജക്റ്റ് കൂടെ എങ്ങനെ ചേർക്കുന്നുള്ള ആ ഒരു പാർട്ടിന്റെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നല്ലോ, അതോടൊന്ന് എഴുതി തന്നേക്കാം. അതായത് ഓരോ പ്രൊനൗണുകളും പ്രൈമറി ഓക്സിലറി വെർബുകളും എങ്ങനെ യൂസ് ചെയ്യും എന്നുള്ളതാണ്. ഇത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. ഓക്കെ, അപ്പൊ ഒന്നുകൂടെ പറയാം. ഹാവ് ഐ, ആം ഐ, വാസ് ഐ, ഐ ഡു. എന്തൊക്കെയാണ്? ഐയുടെ കൂടെ ഹാവ് ഉപയോഗിക്കണം, ഐയുടെ കൂടെ ആം ഉപയോഗിക്കണം, ഐയുടെ കൂടെ വാസ് ഉപയോഗിക്കണം, ഐയുടെ കൂടെ ഡു ഉപയോഗിക്കണം. എന്തൊക്കെയാ? ഹാവ് ഐ, ആം ഐ, വാസ് ഐ, ഐ ഡു. ഹാവ് ഐ, ആം ഐ, വാസ് ഐ, ഐ ഡു. രണ്ടാമത്തെ they are, we are, they were, we were, they have, we have, they do, we do. ഒന്നുകൂടെ പറയാം. ഐ വരുമ്പോൾ അതിന്റെ കൂടെ ഉപയോഗിക്കുന്ന ഓക്സിലറി വെർബുകൾ ഏതൊക്കെയാണ്? ഐയുടെ കൂടെ ഹാവ് ഉപയോഗിക്കണം, ഐയുടെ കൂടെ ആം ഉപയോഗിക്കണം, ഐയുടെ കൂടെ വാസ് ഉപയോഗിക്കണം, ഐയുടെ കൂടെ ഡു ഉപയോഗിക്കണം. ഓക്കെ, ഇനി അടുത്ത ഓക്സിലറി വെർബുകൾ they സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ ഉപയോഗിക്കുന്നത് theyയുടെ കൂടെ ആർ ഉപയോഗിക്കും, theyയുടെ കൂടെ വേർ ഉപയോഗിക്കും, theyയുടെ കൂടെ ഹാവ് ഉപയോഗിക്കും, theyയുടെ കൂടെ ഡു ഉപയോഗിക്കും. ഇനി വി സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ വിയുടെ കൂടെ ആർ ഉപയോഗിക്കും, വിയുടെ കൂടെ വേർ ഉപയോഗിക്കും, വിയുടെ കൂടെ ഹാവ് ഉപയോഗിക്കും, വിയുടെ കൂടെ ഡു ഉപയോഗിക്കും. ഓക്കെ, ഇനി എന്താണ്? യു സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ ഉപയോഗിക്കുന്ന ഓക്സിലറി വെർബുകളൊക്കെയാണ് യുവിന്റെ കൂടെ ആറ്, യുവിന്റെ കൂടെ വേർ, യുവിന്റെ കൂടെ ഡു, യുവിന്റെ കൂടെ ഹാവ്. ഓക്കെ, ഇനി ഹി, ഷീ, ഓർത്തിരിക്കുക. സബ്ജക്റ്റുകൾ ഏതൊക്കെയാണെന്നുള്ള പ്രത്യേകം ഓർത്തിരിക്കുക. ഹി, ഷീ,
പിന്നെ ഇറ്റ്, ഈ സബ്ജക്റ്റുകൾ. ഇവിടെ യു ആണ് സബ്ജക്റ്റുകൾ, സബ്ജക്റ്റ്. ഇവിടെ ദേ ആണ് സബ്ജക്റ്റ്. ഇവിടെ ബി എ, ദേ, വി എ, വി എ, ഇവിടെ ദേ, ഇവിടെ വി എ, ഇവിടെ ദേ, ഇവിടെ ഐ, ഇവിടെ ഐ, ഇവിടെ ഐ, ഇവിടെ ഐ. ഓരോ സബ്ജക്റ്റുകൾ ഏതൊക്കെയാണെന്നും ഓക്സിലറി, അതിന്റെ കൂടെ ഉപയോഗിക്കുന്ന ഓക്സിലറി വെർബുകളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഇത്രയും നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യേണ്ടതാണ്. അപ്പൊ ഞാനിത് പഠിക്കേണ്ട എങ്ങനെയാണെന്നുള്ളത് പറയാം. ഹാവ് ഐ, ആം ഐ, വാസ് ഐ, ഐ ഡു. ഹാവ് ഐ, ആം ഐ, വാസ് ഐ, ഐ ഡു. ഹാവ് ഐ, ആം ഐ, വാസ് ഐ, ഐ ഡു. They are, we are, they were, we were, theyയും ഹാവും വിയും ഹാവും, theyയും ഡൂവും വിയും ഡൂവും. Then are, where, do you ഹാവും, are, where, do you ഹാവും. He, she, it, has, was, does, is. He, she, it, has, was, does, is. He, she, it, has, was, does, is. ഇത്രയും ഓർത്തിരിക്കുക. Have I, am I, was I, I do. They are, we are, they were, we were, theyയും ഹാവും വിയും ഹാവും, ഡൂവും theyയും ഡൂവും വിയും. Are, where, do you ഹാവും. He, she, it, has, was, does, is. അപ്പോൾ ഒന്നുകൂടെ പറയാം. Have I, am I, was I, I do. They are, we are, they were, we were, theyയും ഹാവും വിയും ഹാവും, ഡൂവും theyയും ഡൂവും വിയും. Are, where, do you ഹാവും. He, she, it, has, was, does, is. Okay. Have I, am I, was I, I do. They are, we are, they were, we were, theyയും ഹാവും വിയും ഹാവും, theyയും ഡൂവും വിയും ഡൂവും. Are, where, do you ഹാവും. He, she, it, has, was, does, is. Okay. ഒരിക്കൽ കൂടി പറയാം. Have I, am I, was I, I do. They are, we are, they were, we were, theyയും ഹാവും വിയും ഹാവും, theyയും ഡൂവും വിയും ഡൂവും. Are, where, do you ഹാവും. He, she, it, has, was, does, is. ഓക്കെ, ഇത്രയും പഠിച്ചു കഴിയുമ്പോഴത്തേക്കിന് എങ്ങനെ പ്രൈമറി ഓക്സിലറി വെർബുകൾ പ്രൊനൗണിന്റെ കൂടെ യൂസ് ചെയ്യാം എന്നുള്ളത് നിങ്ങളുടെ മനസ്സിൽ ബൈ ഹാർട്ട് ആയിട്ടിരിക്കും. ഓക്കെ, മറക്കരുത്, ഇത് ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ ഓർത്തിരിക്കേണ്ടതാണ്. ഒന്നോടൊന്ന് റിവൈസ് ചെയ്യാം. ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ വളരെ സിമ്പിളാണ്. എന്താണ്, എങ്ങനെ നമ്മൾ വെർബിന്റെ 4 ഫോമുകൾ ഉപയോഗിച്ച് എങ്ങനെ സെന്റൻസ് എഴുതും എന്നുള്ളതാണ് പഠിച്ചത് അല്ലേ. അപ്പൊ അതിനകത്ത് ഒരു വെർബ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ 4 ഫോമുകൾ: ബേസ് ഫോം, പ്രസന്റ് പാർട്ടിസിപ്പിൾ, പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ അല്ലയോ. ബേസ് ഫോം എഴുതുമ്പോൾ എന്താണ്, അതിന് 2 ഫോമുകളുണ്ട്. ഇപ്പം എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ടേക്ക് ആണെന്നുണ്ടെങ്കിൽ ടേക്ക്, ടേക്സ്, ഇങ്ങനെ 2 ഫോമുകളുണ്ട്. അപ്പോൾ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ടേക്സ് ഉപയോഗിക്കണം, പ്ലൂറൽ ആണെങ്കിൽ ടേക്ക് ഉപയോഗിക്കണം അല്ലയോ, ഐ ആണെങ്കിൽ ടേക്ക് ഉപയോഗിക്കണം. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇനി അടുത്തത് പ്രസന്റ് പാർട്ടിസിപ്പിൾ ടേക്കിങ്. അപ്പം അത് ഒരു സെന്റൻസ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ അതിനകത്ത് 3 സെറ്റ് ഓക്സിലറി വെർബുകളാണ് സിംഗുലറും പ്ലൂറലും നിർണ്ണയിക്കുന്നത് അല്ലേ. അപ്പോൾ അത് എങ്ങനെയാണ് വരുന്നത്, അതിനകത്ത് പിന്നെ എന്താണ്, സബ്ജക്റ്റ് ആമീസ് ആർ ഒരു സെറ്റ്, വാസ് വെയർ ഒരു സെറ്റ്, പിന്നെ എന്താണ് ഹാസ് ഹാവ് ഒരു സെറ്റ് അല്ലേ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ്, സബ്ജക്റ്റ് സിംഗുലർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും, ഐ വാസ് ടേക്കിംഗ് ബാത്ത് എന്ന് പറയും അല്ലയോ. ഐയുടെ കൂടെ വാസ് ഉപയോഗിക്കണം, സിംഗുലർ ആണെങ്കിൽ വാസ് ഉപയോഗിക്കണം, പ്ലൂറൽ ആണെങ്കിൽ വെയർ ഉപയോഗിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഐ വാസ് ടേക്കിംഗ് ബാത്ത് എന്ന് പറയും, ഹി വാസ് ടേക്കിംഗ് ബാത്ത് എന്ന് പറയും, they were taking bath എന്ന് പറയും അല്ലേ. ഇനി അടുത്താണെന്നുണ്ടെങ്കിൽ ഹാസ് ഹാവ് ചേർക്കുമ്പോൾ ഹാസ് സിംഗുലർ, ഹാവ് പ്ലൂറൽ, എങ്ങനെ എഴുതും, ഐ ഹാവ് ബീൻ ടേക്കിംഗ് ബാത്ത് അല്ലയോ, he has been taking bath അല്ലയോ, they have been taking bath അല്ലയോ. ഇനി പാസ്റ്റ് ടെൻസ് took ആണ്. ടുക്കിന് പ്രത്യേക സിംഗുലർ പ്ലൂറൽ ഫോമോട് ഇല്ല, എല്ലാ സബ്ജക്റ്റിന്റെയും കൂടെ ഉപയോഗിക്കാം. ഐ took bath എന്ന് പറയും, he took bath എന്ന് പറയും, they took bath എന്ന് പറയും അല്ലേ. ഇനി അടുത്തത് എന്താണ്, അതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിളിന്റെ യൂസേജ് ആണ്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ യൂസ് ചെയ്യുമ്പോൾ 2 സെറ്റ് ഓക്സിലറി വെർബുകൾ, ഒരു സെറ്റ് ഓക്സിലറി വെർബ് യൂസ് ചെയ്തിട്ടുള്ളൂ, ഹാസ് ഹാവ്. അതിനകത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഐയുടെ കൂടെ ഹാവ്, സിംഗുലർ ആണെങ്കിൽ ഹാസ്, പ്ലൂറൽ ആണെങ്കിൽ ഹാവ് അല്ലേ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ എഴുതാം, ഐ ഹാവ് ടേക്കൺ ബാത്ത് അല്ലേ, ഹി ഹാസ് ടേക്കൺ ബാത്ത് അല്ലയോ, ദേ ഹാവ് ടേക്കൺ ബാത്ത്. ഇത്രയും വരും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. എല്ലാ ഈ പറഞ്ഞ 10 വെർബുകൾ ഉപയോഗിച്ച് സെന്റൻസുകൾ എഴുതണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ രീതിയിൽ ഓരോ വെർബുകൾ ഉപയോഗിച്ച് സെന്റൻസ് എഴുതണം. അത് ഇന്ന് ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യണം. അതോടൊപ്പം തന്നെ ഇപ്പൊ പഠിച്ചു കഴിഞ്ഞ ഈ പാർട്ടോടെ പഠിച്ചിരിക്കണം. വെർബും പ്രൈമറി ഓക്സിലറി വെർബുകളും പ്രൊനൗണുകളും എങ്ങനെ യൂസ് ചെയ്യുന്നുള്ളത് ഓർത്തിരിക്കുക. റെഗുലർ ക്ലാസ്സിൽ നിങ്ങൾ വരുമ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കും. പ്രത്യേകം രക്ഷകർത്താക്കളോട് ഇത് ശ്രദ്ധിക്കുക. എന്താണ്, ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളെ പറഞ്ഞു കേൾപ്പിക്കുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് ശ്രദ്ധിക്കുക. അതായത് പ്രൈമറി ഓക്സിലറി വെർബും പിന്നെ എന്താണ് പ്രൊനൗണും കൂടെ ചേർത്തുള്ള ഈ പാട്ട് രക്ഷകർത്താക്കളെ പറഞ്ഞു കേൾപ്പിച്ചിട്ട്
ഇത് പറഞ്ഞു കേൾപ്പിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സൈൻ ബുക്കിനകത്തോട്ട് നോട്ട് അവരെ കൊണ്ട് അഭിപ്രായം എഴുതിപ്പിച്ച് ഇന്നത്തെ സൈൻ ബുക്ക് നോട്ട് വൈകിട്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്ലോഡ് ചെയ്തത്. ഓക്കെ, അപ്പം എങ്ങനെയാ? ഹാവ് ഐ, ആം ഐ, വാസ് ഐ, ഐ ഡു, ദേ ആർ, വി ആർ, ദേ വെയർ, വി വെയർ, ദേയും ഹാവും വിയും ഹാവും, ഡൂവും ദേയും ഡൂവും വിയും, ആർ വെയർ ഡു യു ഹാവും, ഹി ഷീ ഇറ്റ് ആസ് വാസ് ഡസീസ്. ഓക്കെ, അപ്പം ഇന്ന് ഏകദേശമൊക്കെ നമ്മൾ ഓക്കെ ആയെന്ന് തോന്നുന്നു. അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ അടുത്ത ക്ലാസ്സിലേക്ക് വളരെ ആവേശത്തോടു കൂടി നിങ്ങൾ വരണം. നമ്മൾ വീണ്ടും അടുത്ത ക്ലാസ്സിൽ ഭംഗിയായിട്ട് അടുത്ത പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക് എന്താണോ അതുകൊണ്ട് പഠിക്കും. അപ്പോൾ അടുത്ത ക്ലാസ് വരെ എല്ലാവർക്കും ഒരു ഷോർട്ട് ബ്രേക്ക്. ഓക്കെ, താങ്ക് യു.